الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل على سيدنا ومولانا محمد صلاة تليق بكماله وتكون زيادة في شرفه وإكماله وعلى آله وأصحابه وسلم تسليما كثيرا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഖ്വാനിങ്ങളെ, ഒരു വാചാലമായ ഒരു പ്രസംഗവേദിയല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച, ഒരു പ്രത്യേകമായ വിഷയം നേരത്തെ പ്രിപ്പയർ ചെയ്തതല്ല. എന്നാലും എന്താണോ വേണ്ടത് അത് അല്ലാഹു തആല ആക്കി തരട്ടെ എന്ന് നേരത്തെ സഹാബി അവരുടെ കൂടെ പോയിട്ട് വരുന്നത് പോലെ അല്ലാഹു ആക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ 5 നേരം വിളിക്കുകയാണ് മുഅദ്ദിനിൽ കൂടി. എന്താ? ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മുൻ ജാമിഉൻ ലിക്കുല്ലി ഖൈരിൻ ഫിദ്ദാറൈൻ. ഇരു വീട്ടിലും എല്ലാ ഖൈറിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒറ്റ വാക്കാണ് ഫലാഹ് എന്നാണ് വ്യാഖ്യാനം പറഞ്ഞത്. 4 അക്ഷരേ ഉള്ളൂ, പക്ഷെ എല്ലാ ഖൈറും അടങ്ങിയ, അത് ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഖൈറും അടങ്ങിയ ഒറ്റ വാക്ക്. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു അവാരിഫിൽ കൊടുത്ത അർത്ഥമാണത്. അൽ ഫലാഹ് ഇസ്മുൻ ജാമിഉൻ ലിക്കുല്ലി ഖൈർ. അങ്ങനെ അള്ളാഹിൻ്റെ ഇതിനോടുകൂടി, അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി നമ്മളതിലേക്ക് മുന്നിടുന്നു, അല്ലേ? ഇപ്രകാരം സാധാരണ ഒരു മുന്നിടലല്ല. ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധിയാക്കി, അല്ലേ? അതോടൊപ്പം തന്നെ ഒതുവോടുകൂടി എന്തായി? അവൻ്റെ പങ്കുറ്റമല്ലാത്ത എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് ധാരാളം തരീഖിലൂടെ ഹദീസിൽ വന്നതാണ്. മാത്രമല്ല അഖീദ കിതാബിൽ വരെ പറയുന്നുണ്ടെന്ത്? വജൽ വുളൂ യുകഫിറു. വുളൂ എല്ലാ പാപങ്ങളെയും പൊറുപ്പിക്കാൻ പറ്റുന്നതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് ജൗഹറത്തു തൗഹീദ് അഖീദൻ്റെ ഉസൂലാണ്. അത്രത്തോളം എത്തിയിട്ടുണ്ട്. വബിജ്തിനാബിൻ ലിൽ കബായിരി തുഗ്ഫറു സഗായിറും വജൽ വുളൂ യുകഫിറു. ജാ എന്ന് പറഞ്ഞാൽ ജാ, അങ്ങനെയുള്ള വുളൂആക്കി. ഇനിയോ ശരീരം, വസ്ത്രം, ഇതെല്ലാം എന്തായി? നജാസത്തിനകത്തോട്ട് ശുദ്ധിയാക്കി. നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലവും ശുദ്ധിയാക്കി. അത്രമാത്രം പവിത്രമാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അള്ളാഹു കൽപ്പിച്ച ഭാഗത്തേക്ക് മാത്രം മുന്നിടൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വിളിച്ചാലും, ഉപ്പ വിളിച്ചാലും ശരി, ഉമ്മ വിളിച്ചാലും ശരി, തിരിഞ്ഞു നോക്കൂല. ഫോണ് വന്നാലും ശരി, അങ്ങോട്ട് നോക്കൂല. അള്ളാഹ് കൽപ്പിച്ച ഭാഗത്തേക്ക് ഞാൻ അവിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതാ നിസ്കാരത്തിൻ്റെ ആ നൃത്തം തന്നെ നോക്കിയാൽ ആരോടൊന്നും ഒരു കലിമത്തും ഉണ്ടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഉണ്ട്, അത് വേറെ കാര്യം. എന്നല്ലാണ്ട് ലോകത്ത് ഒരൊറ്റ മഖ്ലൂക്കിനോടും ഓരോ അക്ഷരം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ പുറത്തുപോയി. എത്ര വരെ സലാം ചൊല്ലി വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നല്ല ഇബാദത്ത് തന്നെ, പക്ഷെ നിസ്കാരം പോയി, അല്ലേ? എന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത് അള്ളാഹുവിന് ഹംദ് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും അള്ളാഹിനെ പുകഴ്ത്തി അർ-റഹ്മാനിർ റഹീം, റഹ്മത്ത് കൊണ്ട് പറഞ്ഞു. പിന്നെ മാലിക് യൗമുദ്ദീൻ, ഖിയാമത്ത് നാളിൻ്റെ ഉടമ. അന്ന് വേറെ ആർക്കും അധികാരമില്ല. ഒറ്റയ്ക്ക് നാമമാത്രമായിട്ട് ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ നേതാവിനും ഓരോ സുൽത്താന്മാർക്കെല്ലാം നാമമാത്രമായ അധികാരങ്ങളുണ്ട്. അവിടെ ആർക്കും ഒന്നുമില്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അങ്ങനെ അള്ളാഹിനെ പല നിലക്കും ജലാലിയുമായി ജമാലിയുമായി പുകഴ്ത്തിയിട്ട് എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ നമ്മുടെ ഇടയിൽ ഒരു കരാറുണ്ട്. ഇതാണ് ഇയ്യാക നഅ്ബുദു. ഞാനൊരു അബിദാണ്.
അബദിന് കുറേ ഡ്യൂട്ടിയുണ്ട്, നീ പറഞ്ഞു തന്നെ, അതൊക്കെ ഞാൻ നിർവഹിച്ചോളാം. ഇത് ഇയ്യാക നഅ്ബുദു ഒറ്റ ചുരുക്കത്തിൽ പറയട്ടെ. പക്ഷെ എന്തിനും നിൻ്റെ വാക്കുന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടണം, എൻ്റെ അടുത്തൊന്നുമില്ല. ഇയ്യാക നസ്തഈൻ അത് അള്ളാഹിൻ്റെ ഫള് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളതാണ്. ഇയ്യാക നഅ്ബുദു അങ്ങോട്ട്, മാ മിൻക ഇലൈഹി, ഇയ്യാക നസ്തഈൻ ഏതാ? ഞാൻ ഈ അബദായി ജീവിക്കണമെങ്കിൽ എനിക്ക് ചെയ്യേണ്ട എല്ലാത്തിനും ഏറ്റു സെറ്റ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഇസ്തിആനത്തിനും കൂടി കിട്ടണമല്ലോ, എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ. ഇയ്യാക നസ്തഈൻ ഹദീസിൽ എന്താ പറഞ്ഞത്? ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എൻ്റെയും എൻ്റെ അബദിൻ്റെ ഇടയിലൊരു കരാറാണിത്. വൗഫൂ ബി അഹദി ഊഫി ബി അഹദി, അതുകൊണ്ട് വലിയ അബദി മാസ അല, എൻ്റെ അബദ് എന്ത് ചോദിക്കുന്നോ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതൊക്കെ ഞാൻ ചുരുക്കി സമയം കുടുങ്ങിയോണ്ട് കുറച്ച് നീണ്ടു പോകുന്ന എനിക്ക് പേടിയാക്കിയിരുന്നു. എന്നിട്ടോ ഇനി ചോദിച്ചോളണം. എന്താ ചോദിക്കുന്നത്? അടുത്ത ദുആ എന്താന്ന്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കലേ. ഒരു 100,000 കാലം നമുക്ക് ചോദിക്കാനില്ലേ? എന്തെല്ലാം ചോദിക്കാനുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങൾ വേണം, ചോദിക്കാൻ കിട്ടിയ ചാൻസാണ്. വലിയ അബദി മാസാല. എന്താ ചോദിച്ചത്? ഒറ്റ കാര്യം മാത്രം, ഇത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോൾ അത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. അപ്പോൾ ഹിദായത്താണ് ചോദിച്ചത്, ഹിദായത്ത്. അപ്പോൾ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് അത് നമുക്ക് ചിന്തിക്കണമല്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇനങ്ങൾ എത്ര ഉണ്ടെന്ന് ഒന്ന് തൽക്കാലം ഒരു നടത്തില്ല. അറബി ഭാഷയിൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മഖ്സൂദുണ്ട്, ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക എന്നാണ് ഹിദായത്തിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തത് ആ ലക്ഷ്യത്തിലേക്ക് അവനെ കൊണ്ടാക്കുക, എത്തിച്ചേർക്കാം. രണ്ടാമത്തെ ഒരർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് അടുപ്പൊന്നുമില്ല, നല്ല സിമ്പിൾ വാക്കാണ്. മസലാൻ ഒരാൾക്ക് എയർപോർട്ടിലേക്ക് പോകണം, മത്താറൊന്ന് വലിയ അടിയാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ റോഡ് അങ്ങോട്ട് പോയിക്കോളേയും, വളയാതെ തിരിഞ്ഞാതെ പോയിക്കോളേയും എന്ന് പറഞ്ഞാൽ എന്തായി? അയാളെ മഖ്സൂദിലേക്ക് എത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് കൊണ്ട് അയാൾ എത്തിക്കൊള്ളണമെന്നോ പോയിക്കൊള്ളണമെന്നൊന്നുമില്ല, പറഞ്ഞു കൊടുത്തു. അതാണ് ഏത്? ഒന്നാമത്തെ ഹിദായത്ത്. രണ്ടാമത്തെ മാനപ്രകാരം എന്താണ്? ഞാൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത്, എൻ്റെ വണ്ടി കയറിയിരുന്നു, അവിടെ കൊണ്ടുപോയിട്ട് എന്താക്കി? അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അപ്പോൾ അതൊക്കെ ഇറക്കി കൊടുത്ത്. ഇതേതാന്ന്? മഖ്സൂദിലേക്ക് എത്തിച്ച്. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഈ ഹിദിന എന്ന് പറഞ്ഞത് ഒന്നാമത്തതോ രണ്ടാമത്തതോ? ആലോചിച്ചോക്ക്, രണ്ടാമത്തതാണ്. ഏത്? ഇതാകത്ത് കാണിച്ചു തരണേന്നല്ല, കാണിച്ചു തരത്ത് മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ട്, അതല്ലേ? കാണിച്ചു തന്നിട്ട് എടുത്തവരുണ്ട്, എടുക്കാത്തവരുണ്ട്. അമ്മാ സമൂദ് ഫഹദൈനാഹും, സമൂദ് വിഭാഗത്തിന് ഹദൈനാഹും എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എത്തിച്ചല്ല. എന്നിട്ടോ ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദ, ഹിദായത്ത് എടുക്കാതെ അത് വലിച്ചെറിഞ്ഞിട്ട് ഒരു കുരുടിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ എത്തിച്ചതാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരവസ്ഥ ഇല്ലല്ലോ. അത് ഒന്നാമത്തെ വായനയാണ്. അപ്പം വഴി പറഞ്ഞതാ എന്ന് പറഞ്ഞത് കൊണ്ടെന്താവില്ല, എത്തണമെന്നില്ല, എത്തിക്കണം. അതാണ് ഹിദിനാൻ്റെ അർത്ഥം. എന്താണ്? കാണിച്ചതാ എന്നല്ല, അത് എത്തിച്ചു തരണം. അത് ഖുർആൻ്റെ പല ഹിദായത്ത് എടുത്ത് നോക്കിയാൽ കാണാം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി, അല്ലേ? അതേതാ ഹുദ? ഒന്നാമത്തതോ രണ്ടാമത്തതോ? നമുക്ക് ആലോചിക്കണ്ടേ? രണ്ടാമത്തതാ. അപ്പോൾ എല്ലാ നാസിനെ എത്തിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തതാണ്, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ മത്താറുദ്ദവലി തരീഖ് മത്താറുദ്ദവലി എഴുതി വെച്ചിട്ടുണ്ട്. പോകുന്നതാണ് പോയിക്കോ, പോണ്ടാത്താണ് പോണ്ട. പക്ഷെ അതിൽ നിന്ന് ഖാസായ ആ വഴിക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ ഇതിൽ കൂടി പോകുന്നു. അതാണ് ഇത്. ഇതേ ഖുർആനെ പറ്റി ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളാണ് ചേർത്തതാണ്. അവർക്ക് ചില അവസരവും പറഞ്ഞു. അപ്പം തുടക്കത്തിൽ പറഞ്ഞ ഹുദൻ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ആ ചേർക്കൽ എന്ന മൈനാക്കാണ്. ആ മുത്തഖീങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിനോ ആ നാസിന് എല്ലാവർക്കും അവിടെ നാസ് എന്നാണ് മുത്തഖീങ്ങളും എല്ലാ താളും ഹുദൻ ലിൻ നാസ്. ഇപ്പം അത് മനസ്സിലായില്ലേ? ഇനി ഈ ഹിദായത്ത് എന്ന് പറഞ്ഞത് ആമുണ്ട്. ആമ് എന്ന് പറഞ്ഞാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ജമാദാത്ത് തൽക്കാലം ഒഴിവാക്കാം. ഇത് ജമാദാത്ത് എന്ന് പറഞ്ഞാൽ ഈ ജീവനില്ലാത്ത അചേതന വസ്തുക്കളായ സാധനം ഒഴിവാക്കാം. മറ്റുള്ള എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു ഒരു ജനറലായ ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? അള്ളാഹുവിൻ്റെ 95ാമത്തെ ഇസ്മണ്ണിയാൽ ഹാദി. ഹദി എന്ന് പറഞ്ഞാൽ എന്താ? ഹിദായത്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഹിദായത്തിലേക്ക് ചേർക്കുന്നു. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ നഫറദ് ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. എല്ലാ സൃഷ്ടികളെയും പടച്ചു. സവ്വ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും കോല എങ്ങനെയായിരിക്കണം. ഒരു പശുവിന് 2 കാല് കൊടുത്താൽ പറ്റൂല, 3 കാല് കൊടുത്താൽ ഈ ചോളിൻ്റെ കാല് പോലെ അതും പറ്റൂല. ഓരോരു യോജിപ്പുണ്ട്. മനുഷ്യന്മാർക്ക് 4 കാല് കൊടുത്താൽ പറ്റില്ല. അപ്പം ചിലത് ഇഴഞ്ഞു പോകുന്നതാണ്. വന്നിന്നും മഞ്ഞംശീല പത്തിനിഹി, ഓരോന്നിനും അതിൻ്റേതായ ഒന്നുണ്ട്. ഹലക്ക തോറത്ത് താഹയിൽ എന്താണ് അള്ളാഹിനെ പറ്റി? ഖാല റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അവിടെ ഹദാണ്. ഇതേതാണ്? ആമ്മ്. ആമ്മ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഇവിടെ ആ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ആ വ്യക്തിയുടെ എന്തോ ആട്ടെ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതും അതിന് ഉപദ്രവകരമായ കാര്യങ്ങൾ തടുക്കാനും ആവശ്യമായ എന്തോ ഒന്നുകൂടെ നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹാദി എന്ന ഇസ്മിൻ്റെ ഒരു നൂറാനിയത്ത് ഇങ്ങനെ ആലമിൽ അള്ളാഹുത്താൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെന്താക്കും? ഒപ്പിയെടുക്കാനുള്ളൊരു കഴിവ് ഈ ജീവിതത്തിൽ ജനറലായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു പാത്രത്തിൽ ചെടി നട്ടു നോക്കും. ഈ ചെടീൻ്റെ വളർച്ച എങ്ങോട്ടാണ് പോവുക? പുറത്തേക്ക് സൂര്യപ്രകാശത്തിലേക്ക് പോകും. ഇങ്ങോട്ടേക്ക് വളയും. ആരാ പറഞ്ഞിട്ട് നീ അങ്ങോട്ടേക്കാണ് വളയേണ്ടത്? നമ്മൾ പിടിച്ച് വളച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണത്? ഒരു ചെടിയിൽ സസ്യം വളരണമെങ്കിൽ സൂര്യപ്രകാശം കിട്ടുകയും അതിൽ നിന്ന് ഇതിന് ആവശ്യമായ എന്തൊക്കെയോ കിട്ടാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വളർന്ന ആ പ്രകാശം കിട്ടാതിരിച്ചത് കൊണ്ട് എന്താകും? അപ്പുറത്തേക്ക് വളരും. വെള്ളത്തിൻ്റെ ഭാഷ എവിടെയുണ്ടോ അവിടത്തേക്ക് വേര് പോകും. ഈ വേരിന് ആരാ പറഞ്ഞു കൊടുത്തത്? അവിടെ വെള്ളം ഉണ്ടെന്ന് അപ്പുറത്തേക്ക് നീങ്ങിട്ടുണ്ട്. അതൊരു തരം ഹിദായത്താണ്. ജീവികൾക്കുണ്ട് ഹിദായത്ത്. എന്താണ്? അതിൻ്റെ ജീവൻ നിലനിർത്തണം, സുരക്ഷിതമായി നിലനിർത്തണം, അപകടകരമായ കാര്യത്തിൽ നിന്ന് മോചന മാർഗം കിട്ടണം. ഈ ഹിദായത്ത് ആര് കൊടുക്കുന്നു? നമ്മളെന്താ ചിന്തിക്കാത്ത? നമ്മൾ ഓർമ്മയുണ്ട്. ഞാനൊരു ദിവസം ബാത്റൂമിൽ കയറിയപ്പോൾ ഈ ചെയിൻ്റെ വലിപ്പത്തിൽ ഒരു 8 കാല്, കറുത്ത 8 കാല്. അത് തെച്ച് ചെയ്തു പോയെങ്കിൽ ആകെ പൊള്ളലേക്കും. അത്തരത്തിലുള്ള രൂക്ഷ വിഷമുള്ള സാധനം. ഈ 8 കാലിക്കറിയാ എനിക്കടി കിട്ടും, ഞാൻ കൊല്ലപ്പെടുന്നു. ഞാൻ എന്താക്കി? മൂത്രയ്ക്കേണ്ട നെറൂറത്തോണ്ട് ഇതെന്നെ തുറച്ച് നോക്കിയിട്ട് എന്താക്കിയെന്നറിയോ? അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ആലോചിക്കുന്നു. ഓടി ചെന്നിട്ട് ഡോറിൻ്റെ ഇവിടെ വന്നു നിന്നു. ഏത് ഭാഗം? ഡോറിൽ 2 കിടക്കുന്ന വിജാഗിരിയുള്ള ഭാഗവും ഈ കൂട്ടുള്ള ഭാഗം. അല്ലേ? വിജാഗിരിയുള്ള ഭാഗത്ത് നിന്നാൽ തുറക്കുമ്പോൾ പെട്ടെന്ന് മുഴുവൻ തുറക്കപ്പെടില്ല. ഇവിടേക്കാണ് വന്ന് നിന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. ഇതിന് എങ്ങനെയായാലും ഉസ്താദ് ഇവിടെ പുറത്തു കൊണ്ടിരിക്കില്ലല്ലോ. പുറത്ത് തുറക്കുമ്പോൾ എന്താക്കണം? ഉസ്താദ് പോകുന്നതിന് മുമ്പ് രക്ഷപ്പെടണം. അതിനോട് ജൂലിയ വന്ന് നിന്ന് ഞാനിതിങ്ങനെ കണ്ടുപിടിക്കില്ല വേണ്ടി തുറക്കുന്ന ഘട്ടമാണ്. എനിക്ക് കുട്ടം കിട്ടിയില്ല. ഓടിയിട്ട് ഇടക്കറി എന്താ ആ മൂല ഉണ്ട്, ആ 3 ക്യൂബിക്ക് മൂല. ആ മൂലയിൽ പോയിട്ട് ഇങ്ങനെ ചുരുണ്ടാടെ കിടന്ന് ഇങ്ങനെ സാധനം എടുത്ത് എറിഞ്ഞാലോ വടി കൊണ്ട് അടിച്ചാലോ ഒന്നും കൊള്ളുന്നു. ഇങ്ങനെ ചെയ്യണമെന്ന് അതിന് തോന്നിപ്പിച്ച വസ്തു എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദേഹം അതിനെ രക്ഷപ്പെടുത്താനുള്ള പണിയിച്ചെടുത്തത് ഇതെവിടുന്നു? ഇവിടെ ഇട്ടത് ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പണ്ട് നമ്മളെ പുരയിൽ പാമ്പ് കയറി, ഭയങ്കരമായ പാമ്പ്. അപ്പോൾ ഞാൻ ഉപ്പിയും മാത്രമേ ഉള്ളൂ. അത് ഇതിനെ തല്ലാനും പിടിക്കാമെന്ന് നമുക്കൊന്നും ധൈര്യമില്ല. അങ്ങനെ എന്താക്കി എന്നോട് പറഞ്ഞ് കുഞ്ഞാടെ കാവലിക്ക് അത് എങ്ങോട്ട് പോകുന്നുണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് കാവലിരുത്തി. അപ്പം ഞാൻ ഇരുന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് വിട്ടു. ഞാൻ അട്ടൻ്റുണ്ട്. അവസാനം ആളെയും കൂട്ടി വന്നിട്ട് ഇതെല്ലാം പരതി നോക്കുമ്പോൾ ഒരൊറ്റ സ്ഥലത്തുമില്ല. ആരെയാണെങ്കിലോ എന്തെങ്കിലും കയറണ്ടെന്ന് വെച്ചിട്ട് നേരത്തെ തന്നെ എന്താക്കിയത് ജനലെല്ലാം കുറ്റി അടച്ചിട്ട് ഒരു ഈച്ച പോലും കയറാൻ വയ്യാത്തൊരു എന്താക്കിയത് ജനലിലേക്ക് കൂടി പോയി നോക്കാൻ നോക്കി. മേശൻ്റെ ഈ ജാതി വിരിപ്പ്, മറ്റേ വിരിപ്പ്, പൂജൻ്റെ ഉള്ളു മുതൽ
നല്ല കട്ടിൽ ഇതങ്ങോട്ടാണ് രക്ഷപ്പെട്ടിട്ട്. അവസാനം വന്നാളും നിരാശപ്പെട്ട് തിരിച്ചു പാമ്പില്ലെന്ന്. എന്നാണ് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ചീത്ത അലിമുലാർക്കാനെ കൊണ്ടുപോകും. ചീത്ത അലിമുലാർക്കാന്ന് പറഞ്ഞാൽ വിഷത്തിൻ്റെ സ്വമ്മിന് ഇജാദത്തുള്ള ഒരാളാണ് മുറുഫത്തേക്ക്. മൂപ്പർ ഔറാദ് നല്ല നിലക്ക് മുറുകെ പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഔറാദ് മുടക്കുന്ന സമയം ഉണ്ടാവില്ല. അത്ര സൂക്ഷ്മത കൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ എന്തായിന്നറിയോ, വിഷജന്തുക്കളെ സംബന്ധിച്ച് മൂപ്പർക്ക് ഒരു കശുപ്പുണ്ട്. നമുക്ക് എത്രയോ അനുഭവങ്ങളാണ്. അങ്ങനെ മൂപ്പറെ കൊണ്ടാകും. രാത്രി തന്നെ കയറിയ പാട് പറഞ്ഞ് മമ്മൂലാറായ നല്ല സാധനം പുറത്തകത്ത് തന്നെ ഉണ്ട്, ഇങ്ങനെ കടന്നുറങ്ങി. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്താക്കിയെന്നറിയോ, കുറച്ച് ചെറുപ്പക്കാരെ കിട്ടിയിട്ടുണ്ടാകുന്ന വലിയ ടോർച്ച് 3-4 ബാറ്ററിയുടെ ടോർച്ചെല്ലാം കൊണ്ടാണ്ട് അതിന് കൊണ്ടുമ്പോൾ അന്വേഷണം ഇങ്ങനെ നടത്തിയതിന് കട്ടില മേശ ഷൂളെല്ലാം എടുത്തിട്ട് എല്ലാം ക്ലീനാക്കിയിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കരുതുന്നത്. സാധനം കാണാൻ നോക്കുമ്പോൾ ഈ പാമ്പ് അതുണ്ടെന്നറിയോ, കട്ടിലെൻ്റെ ആ മൂന്നും കൂടെ കവലയില്ലേ, ഈ മുകളിലുള്ള സീറ്റും ഈ ചെടിയും കൂടെ കൂടുന്നൊരു ആങ്കിളത് ഉള്ളിൽ അവിടെ ബടി വെക്കുമ്പോൾ ഇങ്ങനെ പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ കട്ടിൽ പുറത്തേക്ക് വെക്കുമ്പോൾ പാമ്പടക്കം പുറത്തേക്ക് വെക്കുന്നു, അകത്തേക്ക് വെക്കുമ്പോൾ പാമ്പടക്കം കയറ്റി വെക്കും. മൂപ്പറ കശപ്പൊക്കെ തിരിഞ്ഞിട്ട് എന്താക്കിയെന്നറിയോ, അതിനെല്ലാം കൂടെ കുത്തി പുറത്തുനിന്ന് തള്ളിയിട്ടിട്ട് അടിച്ചു. അപ്പോൾ ഇങ്ങനെ കടന്നാൽ ആൾ ശ്രദ്ധയിൽപ്പെടാതെ ഇവിടെ രക്ഷപ്പെടാമെന്നും അടി കൊള്ളൂലെന്നും ഈ പാമ്പിന് പഠിപ്പിച്ചത് ആര് നമ്മൾ. അപ്പോൾ തോന്നുന്നുണ്ട് അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഹിദായത്ത് ഒരു ഉദാഹരണം. ഈ ഹിദായത്ത് ഏതാണ്? അത് മനുഷ്യന്മാർക്കുമുണ്ട്, പാമ്പിനുണ്ട്, തേളിനുണ്ട്, എലജന്തുക്കൾക്കുണ്ട്, എല്ലാ വസ്തുക്കൾക്കും. അതിൻ്റെ പോയിന്റ് എന്താണ്? ഒന്ന് ജൽബുൽ മനാഫിയ, മറ്റൊന്നോ ദഫ്അൽ മദാർ, ഉപദ്രവകരമായ കാര്യങ്ങളെ തൊട്ട് രക്ഷപ്പെടാനും വേണ്ട കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാനും. ഇന്നതിൽ ഭക്ഷണമുണ്ട്. കുട്ടിയുണ്ടാകാൻ കരയും, ചെറിയ കുട്ടി എന്തിനാ കരയുന്നത്? ഉമ്മാനെ ശ്രദ്ധാകർഷിച്ചു. ഉമ്മ വരാൻ നിൽക്കില്ല. എന്തിനാ വന്നത്? പശുക്കൻ നയിച്ചു. ഉമ്മ മടിയിലെടുത്ത പാടെന്താ ഇപ്പം കുപ്പാൻ നടക്കുന്നുണ്ട്, എനിക്ക് കുടിക്കാനുള്ള പാലുകളുണ്ട് എന്ന് കുട്ടിക്കാരെ അതൊരു ഹിദായത്താണ്. ഇത് ഹാദിയുടെ ലോകവ്യാപകമായ ഒരു ഹിദായത്താണ് ഇവിടെ നടക്കുക. പക്ഷെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാന്ന്? ഈ എല്ലാ ജീവികളെക്കാളും അള്ളാഹു പടച്ച മുഴുവൻ വസ്തുക്കളെക്കാളും അള്ളാഹു ഏറ്റവും വലക്കത് കറന്ന ബനി ആദമ എന്ന് പറഞ്ഞ മാതിരി ഏറ്റവും വലിയ ഉന്നതനായിക്കൊണ്ടാണ് മനുഷ്യനെ പഠിച്ചത്. അവനിക്ക് എന്ത് വേണം? മനുഷ്യോചിതമായ മറ്റൊരു ഹിദായത്ത് കൊടുക്കണം, ഒരു സ്പെഷ്യലി. മനസ്സിലാ? ദുന്യാവിലുള്ളത് നേരത്തെ ജനറലായിട്ട് കിട്ടിയിട്ടുണ്ടോ ഒരു കമ്പാർട്ട്മെൻറ്റിൽ? മനുഷ്യോചിതമായൊരു ഹിദായത്ത് വേണ്ടേ? അതിനകത്താണ് ഇവനിക്ക് ഈ ജീവിതം പോരാ, മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുണ്ട്. അവിടെ പോകുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ കോപമോ അവൻ്റെ ശാപമോ അവൻ്റെ ശിക്ഷയോ ഒന്നും കിട്ടാതെ കണ്ട് രക്ഷപ്പെടുകയും വേണം. അവിടെയുള്ള എല്ലാ നിയമത്തും ആസ്വദിക്കുകയും വേണം. അള്ളാഹിനെ കാണുകയും വേണം. ഇതിനെല്ലാം ഒരുങ്ങാൻ ആവശ്യമായ ഒരു സ്പെഷ്യൽ ഹിദായത്തായിരിക്കും കൊടുക്കണം, മനുഷ്യനിക്കണം. അല്ലെ പിന്നെ ജനറലായ ആടും പശുവും പോത്തും നെരിയും വലിയ എല്ലാം ഒരുപോലെ തന്നെയല്ലേ? ആ ജനറലായ കോട്ടയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സ്പെഷ്യലാണ്. ഈ സ്പെഷ്യൽ എന്താക്കണം? ചോദിച്ചു വാങ്ങണം. അതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ്. മറ്റേത് എന്തുകൊണ്ടാ? ചോദിക്കാണ്ട് തന്നെ കൊടുക്കും, വേണ്ടാന്ന് വെച്ചാലും കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചോദിച്ചു വാങ്ങണം. ചോദിച്ചു വാങ്ങുന്നതിന് അതിന് അത്രത്തോളം എനിക്ക് അത്യാർത്ഥിയുണ്ടെന്നും ചോദിച്ചു വാങ്ങാനാണ് എന്താക്കിയ ഇങ്ങനെയെല്ലാം ശുദ്ധിയാക്കി നിസ്കാരത്തിൻ്റെ പ്രത്യേക ഹയ്യത്തിൽ വന്നിട്ട് കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ സിറാത്തുൽ മുസ്തഖീം. ആ ഇതിനേതാ? ഒന്ന് ഖാസായ ഹിദായത്ത്, മനുഷ്യനിക്ക് ഖാസായ ഹിദായത്ത്. ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ. അതെവിടെ കിട്ടി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നിഅമത്തും കിട്ടണം, ഗൈറുൽ മഗ്ദൂബി, ഗളബ് ഉണ്ടാകാൻ പാടില്ല, വലല്ലാഹിൻ ദലാലത്തും ഉണ്ടാകാൻ പാടില്ല. അപ്പം ദലാലത്തും ഗളബും ഒഴിവാക്കിക്കൊണ്ട് നിഅമത്ത് സമ്പൂർണ്ണമായി കിട്ടുന്ന പാതാന്ന് സ്പെഷ്യലാണ്. അത്രണ്ടോ ചേർത്ത് തിരിയും വേണം. അപ്പം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൻ്റെ അർത്ഥത്തിൽ ഇപ്പം പറഞ്ഞിട്ട് മനുഷ്യനിക്ക് സ്പെഷ്യലായി ഒരുക്കിയ ആ ഹിദായത്ത്
അത് നിൻ്റെ നിയമത്തിൻ്റെ ഹലുകാറായ നബിമാർ, സിദ്ദീഖ്യങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ അടങ്ങുന്ന അവർക്ക് നൽകിയ അതേ സാധനം അവറവാദ. നിൻ്റെ കോപത്തിനും ശാപത്തിനും അഹലുകായ ഗളബിൻ്റെ ആളെയും വേണ്ട, സാലിഹ്യങ്ങളും വേണ്ട. ഈ ഹിദായത്ത് എന്താക്കുന്നത്? അത് ഒഴിച്ചുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര മാത്രം അള്ളാഹിനോട് ചോദിക്കാനുള്ള പ്രത്യേക സാഹചര്യത്തിൽ അത് തന്നെ ഇങ്ങനെ കാണിച്ചു തന്നാൽ പോരാ. കാണിച്ചു തന്നതുകൊണ്ട് എടുക്കണമെന്നില്ലല്ലോ, തീർത്ത് തരണം. അർത്ഥം മനസ്സിലായ? ആ ഹിദായത്തിൻ്റെ മേലേതാന്ന്? ഒന്ന് മനുഷ്യനിക്കുള്ള സ്പെഷ്യൽ, രണ്ട് ചേർക്കൽ. ഇന്നതാണെന്ന് കാണിച്ചു കൊടുത്താൽ ഇവരെടുക്കില്ലല്ലോ. ഫസ്തഹബുല്ലമ്മ എന്ന് പറയാലോ. സമൂഹത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതാ കൊണ്ടുവന്നില്ല പറഞ്ഞു, ചേർത്ത് തരണം. ആ മുൻകഴിഞ്ഞാടെ അവിടെ ആ സുഹബത്തിലായിട്ട് നബിമാർ, സിദ്ദീഖ്യങ്ങൾ, ശുഹദാക്കൾ, സാലിഹീൻ കിട്ട വന്ന ഭാഷണമല്ല അയച്ചു റസൂൽ. നല്ല ഉറ്റ സുഹൃത്തുക്കളാക്കാൻ പറ്റി ഇതുവരെ കാണാറാരില്ലെന്ന്. നബിമാരെ, സിദ്ദീഖ്യങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളേക്കാൾ കവിഞ്ഞിട്ട് ഉറ്റ സുഹൃത്തുക്കളാക്കാൻ പറ്റിയൊന്നുമില്ല. ദാലിക്കൽ ഫദ്ലു മിൻ അള്ളാഹിൻ്റെ വക്കൽ പ്രത്യേക അനുഗ്രഹമാണ് എന്നും പറഞ്ഞു. അപ്പം മനുഷ്യൻ എന്തുണ്ട്? സ്പെഷ്യലായ ഒരു ജീവിയായതുകൊണ്ടും ലോകത്തിലുള്ള സകല വസ്തുക്കളും മനുഷ്യൻ്റെ ഖാദിമ്യങ്ങളാക്കി പഠിച്ചിട്ടാണ് ഉന്നതിയെക്കുറിച്ച്. അപ്പം മനുഷ്യൻ്റെ ഉന്നതിയെക്കുറിച്ച് നമുക്ക് തന്നെ കഥയില്ല. നമ്മൾക്ക് എന്തെല്ലോ ആവശ്യം വന്നിട്ട് ആവശ്യം വന്നിങ്ങനെ ഇങ്ങനെ ജീവിതങ്ങൾ തുടങ്ങി. അള്ളാഹിൻ്റെ പടപ്പുകളിൽ ഞാൻ ആരാണ്, എനിക്കുള്ളതെന്ന പദവി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ മനസ്സിലായ? ഈ ഹിദായത്താണ്. ഈ ഹിദായത്ത് അള്ളാഹു തആല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്താണ് ഉണ്ടാവുക സംഭവം? നമുക്ക് രണ്ടായത്ത് ചേർത്ത് വയ്ക്കാം. സൂറത്തുൽ അൻആമിലെ 125-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ ومن يريد الله أن يهديه يشرح صدره للإسلام. അവിടെ പിന്നെ നോക്കാം. ومن يريد الله أن يهديه. ഇവർ ചോദിച്ച ആ ഹിദായത്ത് ഏത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ കൂടി നിങ്ങൾ രണ്ട് വസ്ഫുള്ള ഹിദായത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താ രണ്ട് വസ്ഫ് പറഞ്ഞ? ഒന്ന് മനുഷ്യനിക്ക് ഒരുക്കി വെച്ച സ്പെഷ്യൽ, അത് മറ്റു ജീവികൾക്കില്ല. മറ്റൊന്നോ അവിടത്തേക്ക് കയറ്റുക. അങ്ങനെ അല്ല ഉദ്ദേശിച്ചാൽ ഇവർക്കെന്താ? യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഇവിടെ അല്ലാഹു തആല സംവിധാനം ചെയ്ത് മനുഷ്യന് ഒരുക്കി കൊടുത്ത ഇസ്ലാം എന്നൊരു പദ്ധതി, അള്ളാഹു അംഗീകരിച്ച ദീൻ ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് ഇവൻ്റെ മനസ്സൊക്കെ ഫോറസ്റ്റായി കൊടുക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ, ഇസ്ലാമിൻ്റെ വേഷം, ഇസ്ലാമിൻ്റെ പ്രവർത്തനം, ഇസ്ലാമിൻ്റെ സ്വഭാവം, അങ്ങനെ തുടങ്ങി ഇസ്ലാം പറയുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉൾക്കൊള്ളണം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഇൻഷിറാഹുസ്തത് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കലാണ്. ആ ഇസ്റാഹ് സദ്റഹു ലിൽ ഇസ്ലാം എന്നതാണ് ഉണ്ടായിട്ടില്ല. മറ്റുള്ളൊന്ന് സ്വീകരിച്ചാൽ നമ്മളെ ലക്ഷ്യപ്പെടുത്താവില്ല. അതാ ഞാൻ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ദീനത റളീതു ലക്കും ഇസ്ലാം ദീന, അതിലേക്ക് എന്താക്കും? അപ്പോൾ ഇസ്ലാം കൽപ്പിക്കുന്ന എന്തോ ചില വിശ്വാസങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഉൾക്കൊള്ളണം. ഇസ്ലാം കൽപ്പിക്കുന്ന കുറേ ആജ്ഞകളുണ്ട്, അത് നടക്കലുമില്ല. ഇസ്ലാം വിരോധിച്ച കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ വർദ്ധിക്കണം. അതിന് വേണ്ടി എന്ത് ത്യാഗം ഭരിക്കണം. അതാണ് യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. നോക്ക്, എന്നാൽ ഇവൻ ആരാന്ന്? ഇനി സൂറത്ത് സുമറിലെ 22-ാമത്തെ ആയത്തിൽ ചേർത്ത് വെച്ചോക്കട്ടെ. എന്നോട് 22-ാമത്തെ ആയത്തിൽ എന്താന്ന്? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അതും കൂടി ചേർത്ത് വെച്ചോക്ക്. ഇസ്ലാമിലേക്ക് ഒരാൾ അല്ലാഹു തആല ഇൻഷിറാഹു സദ്ർ ഉണ്ടാക്കി കൊടുത്താൽ അയാൾ അള്ളാഹിൻ്റെ നൂറിൻ്റെ മേലാണ് എന്നാണ് പറഞ്ഞത്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. രണ്ട് മുഖദ്ദിമത്ത് ചേർത്ത് വായിക്കുക, എന്താ ഉത്തരം കിട്ടല്? അപ്പോൾ അല്ലാഹു തആല ഇവൻ ആവശ്യപ്പെട്ട ആ ഹിദായത്ത് കിട്ടുന്നവർ അലാ നൂരിൻ മിർ റബ്ബിഹി ഉത്തരം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാസ്പോർട്ട് എവിടെയുള്ളത്? എൻ്റെ കുപ്പായത്തിൻ്റെ കീശയിൽ. ഒന്നാമത്തെ മുഖത്തിൽ കുപ്പായ എവിടെയാന്ന്? പള്ളിയിലെ ആ റൂമിലുണ്ട്. അപ്പോൾ ഉത്തരം തന്ന് പാസ്പോർട്ട് പള്ളി റൂമിലാന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ചേർത്ത് വായിക്കും, കിട്ടൂലേ?
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഹിദായത്തിലാക്കാൻ ഇവൻ ചോദിച്ചത് പ്രകാരം സിറാത്തല്ലദീന അൻഅംത അലൈഹിമിൻ്റെ ഹിദായത്ത് കിട്ടാൻ അയാളായി റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള നൂറിൻ്റെ മുകളിലാക്കി എന്നർത്ഥം. ഇനി ചിന്തിക്കേണ്ടത് എന്താ ഈ നൂറ് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ചെയ്യാം പ്രകാശം. ഇത് പ്രകാശം എന്ന് പറഞ്ഞാൽ അതിന് തരി പറഞ്ഞു തന്നിട്ട് എന്താ ഉണ്ടാത്ത നൂറ് അതെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിന് ഡെഫിനിഷൻ വേണ്ട എന്നാണ് ചിലർ പറയുന്നത്. എന്നാലും പറയുന്നുണ്ട് എന്താ നൂറ് അല്ലാഹു ഫീ നഫ്സിഹി വൽ മുദ്ഹിറു ലിഗൈരിഹി. അതിന് സ്വയം എന്നിട്ട് വെളിപാടുണ്ട്, പ്രകാശം മറച്ചൊക്കെങ്കില്ല. അപ്പം എന്താക്കും അതെവിടെയാണോ തെളിഞ്ഞത് അതിൻ്റെ പരിസരത്തുള്ളതിന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇരുട്ടൊക്കെ അടച്ച റൂമിൽ എന്താക്കി ഒരാൾ ഒരു ലൈറ്റ് പ്രകാശിപ്പിച്ചാൽ അയാളെ കയറി എന്ത് ലൈറ്റാണ് ഉള്ളതെന്നും വെളിപ്പെടുകയും ചെയ്യും. പരിസരത്തിൻ്റെ ആളുകൾ അല്ലാഹു ഫീ നഫ്സിഹി വൽ മുദ്ഹിറു ലിഗൈരിഹി. ഇതാ നൂറ്. അപ്പം നൂറിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഈ നൂറ് എത്ര തരത്തിലുണ്ട് അതൊക്കെ നമുക്ക് ചിന്തിക്കാമല്ല. ഒന്ന് പറയും ഹിസ്സി. ഹിസ്സി എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടുകൊണ്ട് കാണുന്ന ഇതന്നെ നൂറ്. അതായത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിന് അനുഭവിക്കാവുന്നതാണ് ഏത് ഹിസ്സി. മാനവി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുണ്ട്, ഏത് നമ്മുടെ ഇക്കണ്ണോട് നോക്കിയാൽ കാണൂല, പക്ഷേ അത് എവിടെയോ മറിഞ്ഞു കിടക്കുന്നു. അപ്പം നൂറ് എത്രയായി? 2. ഇനി ഈ ഹിസ്സിയായ നൂറ് ഏതൊരു നൂറിന് എന്ത് വേണം? ഒരു മസ്ദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവ കേന്ദ്രം വേണം. അതിൻ്റെ മദ്ഹർ എന്ന് പറഞ്ഞാൽ അത് പതിയുന്ന സ്ഥലം 2 തുറപ്പ് വേണം. വേഗം മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പം നോക്ക്, ഹിസ്സിയായ നൂറ് അല്ലാഹ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലേക്ക് നോക്കി നോക്കും. എന്താണ്ടാല്? ഫസ്റ്റ് സൂര്യൻ, 2 ചന്ദ്രൻ, 3 നക്ഷത്രങ്ങൾ, ചിലപ്പം മിന്നി പറഞ്ഞിട്ടുണ്ടാകും. അതിപ്പോൾ അല്ലാഹുൽ കണ്ടെടുത്തോളം ഇതേതാന്ന് ഹിസ്സിയായ ഉൽവിയായ നൂറ്. അതിൻ്റെ എന്താണ് മസ്തർ എവിടെയാണ്? സൂര്യനിതാ വരുന്നത് സിറാജം വഹാജ കമർ മുനീറാണ്. അതുപോലെ ഇടിയൻ ഇതല്ല. അത് പതിഞ്ഞു പോകുന്ന മദ്ഹർ എവിടെയാണ്? ഈ ആലമിൽ ഇതല്ലേ. ഇനി താഴോട്ട് നോക്കിയാൽ ഇവിടെ എന്താ ഉണ്ടാൽ? തീയുണ്ടാവും. ഒരു നൂറിൻ്റെ അതെവിടെ നിന്ന് വരുന്നോ അതെവിടെയാണോ അത്. നമ്മുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ടെങ്കിൽ ആ ടോർച്ചിൻ്റെ മസ്തർ എവിടെയാണ്? ആ ബൾബിനുള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. അത് എൻ്റെ മദ്ഹർ എവിടെ കിടക്കുന്നത്? ആയതേമല്ലാണോ അടിച്ചതായിരുന്നു. ആ ഇത് നൂറയില്ലേ. മറ്റേതോ മാനവീയായ നൂറ് എന്ന് പറഞ്ഞ നൂറേ തന്നെ. അതിനും വേണ്ടേ ഒരു മസ്തറും ഒരു മദ്ഹറും. എവിടെയാണ്? അല്ലാഹു തആലാക്കൊരു പേരുണ്ട്, 94ാമത്തെ പേരാണെന്ന് തോന്നുന്നു, നൂർ. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. നൂറ് ഇതാണ് അള്ളാഹ്. അല്ലാഹു ഫീ നഫ്സിഹി എന്ന് വെച്ചാൽ അല്ലാഹു തആല മറിഞ്ഞടക്കുന്നവനല്ല. എല്ലാ വസ്തുക്കളിലും അള്ളാഹിനെ കാണാത്ത വസ്തുവല്ലോ. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്ത് തദുല്ലു അലാ അന്നഹുൽ വാഹിദ്. ഒരാറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റം എന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്നെ ഇക്കോലത്തിൽ സൃഷ്ടിച്ചത് അള്ളാഹു ഉണ്ടെന്ന്. അള്ളാഹുവിൻ്റെ ഇതിനും അവൻ്റെ ഇറാദത്തും അവൻ്റെ ഇംദാദും ഇല്ലാത്ത ലോകത്ത് ഒരൊറ്റ സാധനം ഇവിടെ മാത്രമാവും. അപ്പം അല്ലാഹു ഫീ നഫ്സിഹി വൽ മുദ്ഹിറു ലിഗൈരിഹി എന്നാണ് മാനോക്കുന്നുണ്ട്. ആ നൂറ്. അപ്പം അല്ലാഹു തആലാക്ക് എന്തുണ്ട്? ഒരു ദാത്തുണ്ട്. ദാത്ത് മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ദാത്തിന് എന്തുണ്ടായി? അസ്റാറുണ്ടായി. അസ്റാറുദ്ദാത്ത്. സിഫാത്ത് കാണൂലെങ്കിലും സിഫാത്തിൻ്റെ പ്രകടനങ്ങൾ അതിനുള്ള കാര്യങ്ങൾ എന്താക്കും? പ്രകടം വന്നുകൊണ്ട് അൻവാറു സിഫാത്ത്. അപ്പോൾ നൂർ എന്ന സിഫത്ത് നേരത്തെ ഹാദി എന്ന സിഫത്ത് കൊണ്ട് നടന്നതുപോലെ നൂർ എന്ന സിഫത്ത് എന്താക്കും? ഇവിടെ കണ്ടിട്ട് അത് സ്വീകരിക്കാനും അത് ആഗിരണം ചെയ്തിട്ട് ഇതാക്കാനുള്ള ഒരു മിഷനറി യൂണിറ്റ്. അതെവിടെ മതിയ? ഈ ലാഹിറ ശരീരത്തിലല്ല. അതിന് മറ്റേ ഹിസ്സിയാനൂറുണ്ട്. സൂര്യപ്രകാശം, കമ്മറിൻ്റെ പ്രകാശം, ടോർച്ചിൻ്റെ പ്രകാശം എല്ലാം. ഇതിൻ്റെ ഉള്ളിലുണ്ടൊരു സാധനം. ആ ഉള്ളിലെ സാധനമല്ലേ? അതല്ല കാതലി. ഇതേതാന്ന് ഇത് വണ്ടിയല്ലേ? ഇതുപോലത്തെ ഇതിൻ്റെ പേരെല്ലാം കൂടെ അങ്ങോട്ട് പറയും. അതാണ് ഇസ്രായേൽ വന്നിട്ട് പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോയിട്ട് പറയും ബോർഡിങ് നിർത്തും, എനിക്ക് വേണ്ട.
നിങ്ങെന്താ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചോ, കഫൻ ചെയ്തോ, നിസ്കരിച്ചോ, അതിൻ്റെ മണ്ണ് വാരി ഒരു കൊണ്ടിക്കൊണ്ട് പോയിട്ടാണോ അതിൻ്റെ മട്ടം പോലെ കെട്ട് മറ ചെയ്തോ, ഇത് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോയതും കണ്ടിട്ടില്ല, ഇവിടെ സാധനം പോയിട്ടുണ്ട്. അതാ റൂഹ്. ഈ റൂഹിലാണ് ഏത് പതിയല്? മാനവിയായ നൂറ്. അപ്പോൾ അതിൻ്റെ മസ്തരവിടെ ഹളറത്തുൽ ഇലാഹി. അതാ നൂര് മിർറബിഹി. എൻ്റെ മസ്തറ പറഞ്ഞു മിർറബിഹി. പതിഞ്ഞതേടെ റൂഹിൽ. ഞാൻ ചോദിച്ചിട്ട് നൂറ് പതിയണ്ട ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് കാര്യമായിട്ട് പതിയണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല, സാധാരണ നൂറെടുക്കും. ഈ നൂറിൻ്റെ തഹ്സീർ എവിടെയാണ് സാധാരണ പതിയേണ്ടത്? ശരീരത്തിലാൽ തൊലിപ്പുറമെയാണോ, അല്ല കാതിലാണോ, മൂക്കിലാണോ, നാവിലാണോ, കണ്ണിലാണോ? അല്ല പറഞ്ഞേ കണ്ണാണ്. മൊത്തത്തിൽ എല്ലാത്തിനും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ണാണ് നൂറ് കൊണ്ടുള്ള ആവശ്യങ്ങൾ. എന്താ പറയാൻ പോകുന്നു? എന്തെങ്കിലും സംശയമുണ്ട്? കണ്ണാണ്. അപ്പം കണ്ണുകൊണ്ട് കാണപ്പെടേണ്ടെന്നൊരു സാധനം വേണമെങ്കിൽ എന്ത് വേണോ? ഇതിന് ഫീനഫ്സിലൊരു കാഴ്ച വേണം. കാഴ്ചയില്ലാത്തക്ക് മറ്റുണ്ടാക്കി കാര്യമില്ലല്ലോ. അപ്പം കാഴ്ച ശക്തി എന്ന് പറഞ്ഞ ശക്തി അവിടെ വേണം. അതോടൊപ്പം തന്നെ അതിന് മുമ്പിൽ തടസ്സമില്ലാണ്ടിരിക്കണം. തടസ്സമില്ലാണ്ടിരിക്കണം. അതിൻ്റെ മുമ്പിൽ ഒരു വിളക്കടിച്ച് കൊടുക്കണം. കണ്ണിലേക്കല്ല വിളക്കടിക്കല്ലേ, നല്ലോണം കാണുമെന്ന് വെച്ച് കണ്ണിലേക്ക് അടിച്ചാൽ ഉള്ളത് കാണണ്ടാവും. ആ കാണപ്പെടേണ്ട സാധനത്തിൻ്റെ മുമ്പിൽ ലൈറ്റ് കൊടുക്കണം. അങ്ങനെയല്ലേ ഈ കണ്ണിൻ്റെ? അപ്പോൾ ലൈറ്റ് ഉള്ളത് കൊണ്ട് കാതിന് വലിയ തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഒരു അഹമായ ബന്ധമുണ്ടെന്നെങ്കിലും പ്രധാനപ്പെട്ട താലൂക്ക് എവിടെ നടക്കുന്നത്? കണ്ണിന്. അപ്പോൾ മാനവീയായ നൂറുണ്ടല്ലോ, ഉള്ളിലുള്ള നൂറ്. ആ നൂറെന്താക്കണം? റൂഹിലേക്ക് മൊത്തത്തിലല്ല, റൂഹിൻ്റെ കണ്ണിലേക്ക് അടിക്കണമെന്ന്. മനസ്സിലില്ല? ആ ജസദിൻ്റെ കണ്ണിലടിക്കുന്നത് പോലെ റൂഹിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ അടിക്കണം. ഏതാ നൂറ്? നമ്മ പറയുന്നത് കണ്ണിൻ്റെ ഉള്ളിൽ അടിക്കണം എന്നല്ലല്ലോ. ഇപ്പം മനസ്സിലായില്ലേ? ആ റിഫ്ലക്ഷൻ കയ്യനോ തൊലിക്കോ മറ്റൊന്നിനും കിട്ടുന്നില്ല. അതിന് നേരിയ അനുഭവം ഉണ്ടാകാന്നല്ലാതെ നൂറ് കൊണ്ടുള്ള അനുഭവം കണ്ണാണ് ആസ്വദിക്കേണ്ടത്. അത്തറിൻ്റെ മണം ആസ്വദിക്കേണ്ടതാ കണ്ണാ, മൂക്ക്. ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കേണ്ടതാര്? നാവ്. അതുള്ളെങ്കിൽ വെച്ചാൽ രുചി കിട്ടൂല. കിട്ടുമോ? ഒരു കുളത്തിലുണ്ടാക്കി ഒരു ലോഡ് പഞ്ചസാര കലക്കിയിട്ട് നല്ല മധുരത്തിൻ്റെ കട്ടിയാക്കിയിട്ട് ബായും പൊട്ടിച്ച് മുങ്ങി കുടിച്ചിരിക്കുന്ന മതി. മധുരം അറിയോ? അറിയണം എങ്ങനെ? ആ അപ്പം മധുരം ഇവിടെ എന്തുമുണ്ട് അത് തന്നെ ആസ്വദിക്കണം. ഇതേമാതിരി കൽബിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ റൂഹിന് എന്തുണ്ട്? കണ്ണുണ്ട്, കാതുണ്ട്, ഗ്രഹണശക്തി എല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ വലഖദ് റഅയ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ. അവർക്ക് കൽബുണ്ട്, പക്ഷെ എന്തുണ്ട്? വലഹും അയ്യുനുൻ, കണ്ണുണ്ട്, ലാ യുബ്സിറൂന ബിഹി. എന്നുവെച്ചാൽ ഈ കണ്ണാണില്ല കുരുടന്മാരാന്ന് എന്നപ്പം അങ്ങനെയാണ്. ആ റാനുള്ള അവർക്ക് കേൾക്കുന്നില്ല എന്നാ. പക്ഷേ മനുഷ്യ സഹജമായ ഉള്ളിൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഏത് പോയി? കാതും കൽബും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഉലാക്കിയെല്ലാം അത് മൃഗത്തിൻ്റെ മാതിരി പോയി. മൃഗത്തിന് അതില്ല. അപ്പോൾ ഇല്ലായ്മ എന്ന വിഷയത്തിൽ മൃഗത്തിനോട് ചെയ്യില്ല. അപ്പോൾ ഈ കൽബിലേക്ക് അടിക്കണ്ടി, കൽബിൻ്റെ കണ്ണിലേക്ക് അടിക്കണം. അന്നേരം എന്തുണ്ടാകും? നേരത്തെ പറഞ്ഞ് യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, നൂറിനമുണ്ടാകും യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിയിട്ട് പറഞ്ഞു ഇന്നൻ നൂറ ഇദാ ദഖല സദ്റ ഇൻഫസഹ. ആ പറയപ്പെട്ട നൂറിൻ മിർ റബ്ബിഹി എന്ന് പറഞ്ഞ റബ്ബിൻ്റെ ഹദ്റത്തിൽ നിന്ന് തുടക്കം കുറിക്കുകയും മനുഷ്യനിലേക്ക് പതിയുകയും ചെയ്ത ഒരു നൂറുണ്ടല്ലോ, ആ നൂറിൻ്റെ ഒരു ഭീമുണ്ടാവും. അത് സദ്റിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ എന്താവും? ഇൻഫസഹ അക്സറഹ. ഇൻഫസഹ എന്നാൽ അത് വിശാലമാകുന്നു. വിശാലമാകുന്നു ഇപ്പോൾ അളവിനാക്കണ കൂടുമെന്നല്ല അർത്ഥം. നേരത്തെ എന്താ ഉണ്ടായിരുന്നു? നേരത്തെ ഇല്ലാത്ത ആ സങ്കുചിതാവസ്ഥ അങ്ങോട്ട് പോയി. അപ്പോൾ
ഒരു ഹൈറായ കാര്യം കേൾക്കുമ്പോൾ അത് ശരിയാണ്. ഒരു ദിക്കറിൻ്റെയോ മറ്റോ ഫലാല് പറയുമ്പോൾ അത് നമുക്കൊന്ന് ചെയ്യണേ. എന്തെങ്കിലും ചീത്തയായ കാര്യങ്ങളാക്കുമ്പോൾ അതെന്തിനാ നമുക്കൊന്ന് മർജിക്കണം. കണ്ടോ, സാധുക്കളെ കാണുമ്പോൾ ഒരു സിമ്പതി, ഒരു അലിവ്, അല്ല തന്ന നിയമത്തെല്ലാം കാണുമ്പോൾ നമ്മൊന്നും നന്ദി ചെയ്തില്ലല്ലോ, ഇതിങ്ങനെ വാങ്ങി വെച്ചാൽ മതിയാ, ഇത് മറ്റും തിരിച്ചെടുത്തെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ ഇംഫസഹാൻ്റെ ഫലസിദ്ധിയായി കാണുന്നത്. രാത്രി എണീച്ച് നിൽക്കിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഫലായിലേ അത് നോക്കുന്നത്, ഇന്നത് ചെല്ലേ ഇന്നതാണ്, അത് ചെയ്യണമായിരുന്നു. അപ്പം നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഒരു റഹബത്ത് ചെയ്യണമെന്നുള്ള താല്പര്യം, ചീത്ത കേൾക്കുന്ന അവസരത്തിൽ അത് വേണ്ടാന്ന് വെക്കാനുള്ള താല്പര്യം, സാധുക്കളെ കാണുന്ന അവസരത്തിൽ ഒരു അനുകമ്പ, ഒരു അലിവ്, ഒരു റഹമത്ത് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളെക്കാളെ പ്രായാധിക്യമോ ഇൽമിലോ കതിരുള്ള ഒരാളെ കാണുമ്പോൾ ഓർക്കരോടും ഒരു ആദരവും ഒരു ബഹുമാനവും തോന്നുന്നു. ഇങ്ങനെ പോകുന്നതിന് നീണ്ട പട്ടിക. അപ്പം ദോഷങ്ങളോട് വിരക്തി. അപ്പം ഇങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? നൂറ് കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ താൽക്കാലികമായ എന്തോ സമ്മർദ്ദത്തിനോ സാഹചര്യത്തിനോ അടിമപ്പെട്ടുകൊണ്ട് തൽക്കാലം ഇങ്ങനെ കാട്ടിക്കൂട്ടാന്നല്ലാതെ നൂറ് കയറി അർത്ഥമില്ല. അല്ല എന്താ പറഞ്ഞത്? വമയുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ലയ്യൻ ഹറജൻ. ദലാലത്താണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്താക്കും? യജ്അൽ സദ്റഹു ലയ്യൻ. അവൻ്റെ ഇൻഷറാഹത്തിൻ്റെ പകരം കുടുങ്ങി. യജ്അൽ സദ്റഹു ലയ്യൻ ഹറജൻ. എന്താ, എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ അത് വലിയ പ്രയാസം കിട്ടും. ലാ തൻഫിറു ഫിൽ ഹർ. അസഹായ മാർഗത്തിന് പോകുമ്പോൾ ലാ തൻഫിറു ഫിൽ ഹർ. ഭയങ്കര ചൂടാണ്, ദാഹിച്ച് മരിച്ചു പോകും, ബൈക്കിൽ വെള്ളം കിട്ടൂല. അതുകൊണ്ട് ഈ ചൂട് സമയത്തൊന്നും ഇറങ്ങാൻ പാടില്ല. എന്താണ് ഹാരജാന്ന്? പോയാൽ ഇതങ്ങനാവില്ല. ലയ്യിക്കൻ ഹാരജൻ. അതിന് ഉദാഹരണമല്ല, കാന്നമായ ആകാശത്തിലേക്ക് പൊങ്ങാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നു? ഒരാളിങ്ങനെ മതി അത് നിൽക്കുക, എന്നിട്ട് ആകാശത്തിലേക്ക് പൊങ്ങണം എന്ന് വെച്ചാൽ എത്രത്തോളം സാധിക്കും? എന്താ അവിടെ സംഭവിക്കല്? തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വന്നു പോകും, ഒന്നൂല. കാന്നമായ യതസഅദു. അപ്പം കയറാൻ വേണ്ടി പരിശ്രമം നടത്തിയെന്ന്. ആ പരിശ്രമം ജയിക്കില്ല എന്നല്ലേ? അപ്പോൾ നിൽക്കിരിക്കണം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഭാരം, നോക്കണം എന്ന് പറഞ്ഞാൽ ഭാരം, പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭാരം, ആകാശത്തിലേക്ക് കയറുന്നു പോകും. ഇവിടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇവനെ തടഞ്ഞു പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതുപോലെ പല അള്ളയിലേക്ക് അടുത്ത് മറ്റുള്ള സാധനങ്ങൾ എന്താക്കുന്നുണ്ട്? പിന്തിരിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് തന്നെ സാധനം വീഴുന്നതുകൊണ്ടാണ് അതിൻ്റെ ആകർഷണം. ഇതല്ലേ അത്? അതേമാതിരി ഇവൻ്റെ മാനവീയായ ദുന്യാവിനോടുള്ള ബൗദ്ധികത്വം എന്ന് പറഞ്ഞ താല്പര്യങ്ങൾ എന്താക്കും ഇതൊന്നും ചെയ്യാൻ പെടാണ്ട് ബലങ്ങൾ തടയിട്ട് കൊടുക്കും. കാരണമായ ഫിസ്സമ നൂറ് കണ്ട. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു അതെല്ലാം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി ഇതെല്ലാം റെഡിയാക്കി വെച്ചത് നമ്മുടെ പാത്രം ഒരുക്കിയിട്ടില്ല. നമ്മൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അതിന് അള്ളാഹ് നമ്മളൊന്നും വാങ്ങുന്നില്ല. സൂര്യൻ ഉദിപ്പിച്ച്, പക്ഷേ ഉദിപ്പിച്ചിട്ട് ഈ അകത്തേക്ക് എന്ത് കിട്ടണം? പ്രകാശം കിടക്കണമെങ്കിൽ ജനലടച്ചിട്ടാൽ പറ്റില്ല. ജനലും വാതിലും അടച്ചിട്ട് കർട്ടനും തൂക്കിയിട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാ ഉത്തരവാദി പറഞ്ഞു? എന്തുകൊണ്ടാണ് കയറാത്തത്? ഇതേമാതിരി കൽബിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു അടച്ചിടൽ സംഭവിച്ചിട്ടുണ്ട്. ഹിജാബ്. കൈഫ യുശ്രികു ഖൽബുൻ സുവറുൽ അക്വാനി മുൻതബിഅത്തുൻ ഫീ മിർആതിഹി. ഇതിന് എന്താ പറഞ്ഞത്? കൈഫ യുശ്രികു ഖൽബുൻ സുവറുൽ അക്വാനി മുൻതബിഅത്തുൻ ഫീ മിർആതിഹി. കൽബാകുന്ന കണ്ണാടി, മിർആതിഹി ലഫ്ദ് ബയാനിയാണ്. കൽബാകുന്ന കണ്ണാടി, അത് കണ്ണാടിയോട് ബന്ധിക്കപ്പെട്ട കൽബിൽ ലോകത്തിൻ്റെ ചിത്രങ്ങളെല്ലാം പതിഞ്ഞ് കിടക്കുകയാണ്. നാളെ ബിൽഡിങ് ഇവിടെ, അത് ഇത് ഇവിടുത്തെ കച്ചവടം, അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ്, അപ്പുറത്തെ തോട്ടം, ഇതെല്ലാം നമുക്ക് കിട്ടിയെങ്കിൽ എന്ന് മനസ്സിലാക്കി കൽബിനുള്ളിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. ഈ കൽബിലുണ്ടോ പ്രകാശം കിടക്കുന്നത്? പ്രപഞ്ചത്തിൽ അത്ഭുതപ്പെട്ടിട്ട് കൈഫ. എന്നിട്ടൊന്ന് അവന് ദോഷങ്ങൾ കൈകാലുകളെ കൊണ്ട് ചെയ്തു കൂട്ടിയ, നാവ് കൊണ്ട് ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ ഇവിടെ കച്ചറ പിടിച്ച് കിടക്കുകയാണ്. ഇതെങ്ങനെ പ്രകാശിക്കാനാണ്? ഉണ്ടോ? കൈഫ എന്താണ്? ഹലറത്തല്ലാഹി വ മുഖബ്ബലും ബി ഷഹവാത്തിഹി.
ഇവനക്ക് എന്താക്കിയിട്ടുണ്ട്? ഭൗതികമായ താല്പര്യങ്ങളും മറ്റും ഇവനക്ക് ചങ്ങല കിട്ടിട്ടാണ് കെട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവൻ ഹർമ്മത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുക? അവിടെ ഹിക്കമിൻ്റെ പ്രസക്തിയില്ല. എല്ലാ കാരണങ്ങളും പറഞ്ഞു. കൈഫ അതൊക്കെ തുടക്കുന്ന കൈഫ യുസ്രിഖു ഖൽബുൻ സുവറുൽ അഖ്വാനി മുൻതബിഅതു ഫീ മിർആത്ത്. കൽബിൻ്റെ കണ്ണാടി എന്നല്ല, കൽബ് കണ്ണാടിയോട് ഭമിച്ചിട്ട് അത് തസ്ബീഹാക്കിയിട്ടാണ്. കൽബാകുന്ന കണ്ണാടിയിൽ ഇത് മുഴുവൻ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. ഇതിലിങ്ങനെ പ്രകാശം കയറാനാണ് അടച്ചു കിടക്കുന്നത്. ഈ അടച്ചു കിടക്കുന്ന എന്ത് പറയും? കൽബിൻ്റെ ഹിജാബ്. ഹിജാബത്തെല്ലാം ജാതിയുണ്ട്. കുഫറിൻ്റെയും മറ്റും ഹിജാബുണ്ട്. അത് ഏറ്റവും വലിയ ഹിജാബാണ് കുഫർ ശിർക്കിൻ്റെ. ഇസ്ലാമേതര വിശ്വാസങ്ങൾ കയറി കിടക്കുന്നു കണ്ടോ. മറ്റൊന്ന് വൻകുറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹിജാബ് ഉണ്ടാവും. ചെറുകുറ്റങ്ങളെ കൊണ്ടുള്ള ഹിജാബ് ഉണ്ടാവും. ചെറുല തടസ്സാണ്. പിന്നെ ഏതാ? ശുബഹാത്ത്, ഹലാലും ഹറാമും തിരിയാതെ കണ്ട് ഉപയോഗിച്ച് ഹലാമാന്നും പറഞ്ഞുകൂടാ ഹലാലാന്നും പറഞ്ഞുകൂടാ ശുബഹാത്താണ് കൂടിക്കലർന്നത്. അതിൻ്റെ ശുബഹാത്ത്. മക്രൂഹാത്തിൻ്റെ ശുബഹാത്ത്. ഹലാല് തന്നെ കണക്കിലേറിയാലുണ്ടാകുന്ന ഹിജാബ്. സംസാരാവട്ടെ, തിന്നലാവട്ടെ, കുടിക്കലാവട്ടെ, ഉറങ്ങലാവട്ടെ എല്ലാം ഹലാൽ അന്ന് അന്വേഷിച്ചത് തന്നെ. പക്ഷേ കണക്കിലേറെ കൂടിയാൽ എന്താക്കും? അത് ഹിജാബായിട്ട് മാറും. ഇങ്ങനെ കുറേ ഹിജാബുകളൊക്കെ ഉണ്ട്. അത് കസീർ കട്ടിയുള്ള ഹിജാബുണ്ട്, കട്ടി കുറഞ്ഞ ഹിജാബുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കട്ടി. ഇങ്ങനെയുള്ള 70,000 ഹിജാബ് തീർന്നു കിട്ടണമെന്നാണ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. 70,000 ഹിജാബ് കണ്ട് കൊടുത്തുകഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുസാഫഹത്ത് ചെയ്യാൻ. തങ്ങൾ എന്നോട് ഇന്നത് പറഞ്ഞു മുഖാത്തപ്പെട്ട്. അതല്ല പണ്ട് അലിമൻഡി ഔലിയക്കന്മാരോട് ചർച്ച ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണലുണ്ടോ, യക്കലത്തിൽ ചെന്ന് കാണലുണ്ടോ? അപ്പോൾ ഒരു കൂട്ടർ അങ്ങൊന്നും ഉണ്ടാവില്ല. തങ്ങളെ വഫാത്തായി. അവസാനം ദർക്കാവി ഇമാം എന്താക്കുന്നത്? നമ്മളെ 6ാമത്തെ ഷെയ്ഖുണ്ടല്ലോ ദർക്കാവി, മൂപ്പറാടെ അനങ്ങാണ്ടി ഒന്നും പങ്കെടുക്കാതെ പറയുന്നതെല്ലാം കേൾക്കട്ടെ. മൂപ്പർ റസൈൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം മൂപ്പർക്ക് എന്താണ് ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് മൂപ്പർ 140 ഔലിയാക്കന്മാരുടെ ചരിത്രെടുത്തിട്ട് ഇവരൊക്കെ തങ്ങൾ മുസാഫഹത്ത് ചെയ്ത ആളാണ്. തങ്ങളോട് നേരിട്ട് അപരാധങ്ങളും വിക്രം വാങ്ങിയ ആളുകളാണ്. തങ്ങളെ ഹയാത്തിൽ കാണുന്നത് പോലെ തന്നെ എന്താക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സംഭവ്യമാണ്. പക്ഷെ എന്ത് വേണം? ഹിജാബുള്ളാക്ക് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് തെളിവല്ല. അപ്പോൾ ഹിജാബ് ഇല്ലാത്ത ആകെ കണ്ടു എന്നുള്ളതും തെളിവാക്കാമല്ലോ. ശരിയാണ്. മൂപ്പർ എത്രയോ ആളൊക്കെ അതുപോലെ അങ്ങനെ കണ്ടു പറഞ്ഞ കിതാബുകൾ ഉദ്ധരണി അങ്ങോട്ട് അടിച്ചുകൊണ്ട് തിറക്കാബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് നോക്കിയാൽ കിട്ടുമതല്ല. ഇതൊന്നും പുറമെ കിട്ടാത്ത അപൂർവമായ സാധനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ വാതിലൊന്ന് തുറക്കണം, ഇതിൻ്റെ കർട്ടനും നീക്കണം, കാച്ചറിയും പോകണം. എന്നെന്താക്കും? ആ നൂറിങ്ങനെ വരും. ഫഹുവാല നൂറിൻ റബ്ബിഹി, റബ്ബിൻ്റെ വക്കൽ നിന്ന് മസ്തറായിക്കൊണ്ട് ഇവൻ്റെ കൽബിൻ്റെ ഉള്ളിലേക്ക് പടയുന്ന മൽഹറയിലേക്ക് എന്താക്കും? നൂറും തമ്മിൽ കൂട്ടി ഇണക്കിയിട്ട്. അപ്പം അള്ളാഹ് വിളിക്കുന്ന ഓരടി ഏടെ വിളിക്കുന്ന ഓരടി വന്നു. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലില്ലാ ദഅആകും ബിമാ യുഹ്യീകും. അള്ളാഹും റസൂലും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണേന്നാ പറഞ്ഞു. ഉത്തരം ഇല്ലാത്തൊന്നുണ്ടാകുന്നു. ഇവിടെ ഹിജാബ് വന്നിട്ട് നോറിങ് കയറുന്നില്ല. എന്നിട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അങ്ങനെ കയറിൻ്റെ അലാമത്ത് ഫഅല്ലഹു മിൻ അലാമത്തി ഞാൻ റസൂലും, അങ്ങനെ വന്നിട്ടുണ്ട് തെളിവെന്താണ്? അങ്ങനെ പറഞ്ഞത് എന്താ? 3 എണ്ണം. അത്തജാഫി അൻ ദാറുൽ ഖുറൂർ. ദാറുൽ ഖുറൂർ ഏതാണ്? ദുന്യാബ്. ദുന്യാബിനോടുള്ള ഒരകൽച്ച എന്നുവെച്ചാൽ ദുന്യാബ് തീരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയാൻ അങ്ങനെ ഒരു ഇന്നില്ല, മനുഷ്യൻ്റെ പണപ്പത്തരത്തിലില്ല. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലേ? അല്ലാഹ് നിൽക്കുന്നല്ലോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താക്കണം? നീ മുഖ്യ ലക്ഷ്യമായി തേടേണ്ടത് ദാറുൽ ആഖിറ. അതോടൊപ്പം നമുക്ക് ജീവിക്കണ്ടേപ്പാ വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുന്യാവ് മറക്കൊന്നും വേണ്ട. തിന്നണം, കുടിക്കണം, ഇതെല്ലാം ബന്ധപ്പെട്ടെല്ലാം എല്ലാം ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഇത് ശാശ്വതമാണ്. ഇതിൽ പത്തന് ഉറക്കുന്നാലും എന്താക്കും? നീ ബന്ധപ്പെടുന്നു. അത് ദാറുൽ ഖുറൂർ എന്ന് പേര് വന്നു. അപ്പം അതിനോട്
വല്ലാത്ത പൂണ്ടുപിടുത്തമില്ലാത്ത ഒരു സുഹൃത്തിൻ്റെ അവസ്ഥ. സുഹൃത്തിനെ കാട്ടിലോട്ട് നോക്കുന്നില്ല. സുഹൃത് വേണം എന്ന് പറഞ്ഞാൽ എന്താക്കുന്നത്? കൽബ് ദുന്യാവിലേക്ക് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആഖിറം മറന്നുകൊണ്ടുള്ള പരിപാടി പറ്റൂല എന്നല്ലാണ് ലാ ഫഖുദുല്ലഹു, മുതൽ ഇല്ലാണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇത് വലാത്തൻസ നസീബക മിനദ്ദുനിയ. ആഖിറത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്താക്കണം? ദുന്യാവിൽ ഉപയോഗപ്പെടുത്തണം. മുഖ്യ ലക്ഷ്യം ആഖിറമാവുകയും അതിന് വസീലയായിക്കൊണ്ട് ദുന്യാവിനെ മറത്തെടുക്കുകയും ചെയ്യും. അസ്ഹാബിമാർക്ക് കച്ചവടം ഉണ്ടായിട്ടില്ലേ? അതാ എന്താ പറഞ്ഞത്? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ്സലാത്തി വഈതാഇസ് സക്കാത്ത്. കുറേ ആൺകുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. റിജാലെന്നാണ് പ്രയോഗിച്ചത്. ഓറാന്ന് ആൺകുട്ടികൾ. തൻ്റെ ഉള്ളവരാണ്. ലാ തുൽഹീഹിം തിജാറത്ത്, അവർക്ക് കച്ചവടമുണ്ട്. കച്ചവടം എന്താക്കിയിട്ടില്ല, അവരെ മതിമറപ്പിച്ചിട്ടില്ല. ദിക്കില്ല, അള്ളാൻ്റെ ദിക്കറിനെയും വിട്ടിട്ട്. അപ്പോൾ ഈ കച്ചവടം ദിക്കിൻ്റെ തടസ്സമല്ല. ഇതേത് കൃഷിയോ തൊഴിലോ ദിക്കിൻ്റെ തടസ്സമല്ല. വൈക്കാമിസ്സല, നിസ്കാരം കൃത്യമായി ജമാഅത്തോടെ നിർവഹിക്കുന്നതിനും അത് തടസ്സമായി നിന്നിട്ടില്ല. വൈതായി സക്കാത്ത് കൊടുക്കുന്നതിന് തടസ്സമില്ല. അതൊക്കെ നിർവഹിക്കണം. ആ രൂപത്തിൽ ദുന്യാവിനോടുള്ള സമീപനം ഇതേതാന്ന് 100 കടന്നതിൻ്റെ ലക്ഷണമാണെന്നാണ്. എന്നിട്ടോ രണ്ടാമത് പറഞ്ഞതാ വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്. ഇത് ശാശ്വതമല്ല എന്ന് വരുത്താൻ അപ്പുറത്തെ വാക്കുകൊണ്ട് മനസ്സിലാക്കാം. കാലാകാലം താമസിക്കേണ്ട ഒരു ഭവനമുണ്ട്, ഒരു ദാറുൽ ഖുലൂദ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കാലാകാലമല്ല. ഇതേതാന്ന്? മക്കറല്ല, മമറാണ്. മക്കർ എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമുള്ളതല്ലേ. മമർ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി, ഇങ്ങനെ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ 8ാമത്തെ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന 8ാമത്തെ സ്റ്റേഷനിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ? പറഞ്ഞേ. 1 ആലമുൽ അർവാഹ്, തടിയില്ലാതെ വെറും റൂഹകളായി കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അവിടെയാണ് അഹദ് മീസാക്കൊക്കെ വാങ്ങിയിട്ട് അള്ളാഹു അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? നേരത്തെ കാലം പഠിച്ചിന് അവരവിടെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം, അവർക്ക് എന്താ അവിടെ പണി എന്നുള്ള ചോദ്യങ്ങൾ, കുറേ ചോദ്യങ്ങൾ വരും. അതിനെന്താക്കണം? മറ്റേ കിതാബുൽ ഫഖ്ഹ് നോക്കിയാൽ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. അന്ന് നേരത്തെ തയ്യാറാക്കി. ഇതൊന്നും കുറേ കാലം മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഹിസ്റ്ററിയായ വയസ്സില്ല. ഉമ്മാരെ വയറ്റിൽ നിർത്തിയൊക്കെ വന്ന മുതലുള്ള വയസ്സത്തിലുണ്ടാവും 50-60 കൂട്ടാം. നമ്മുടെ റോഹിൻ്റെ വയസ്സത്തിനെയൊന്നും ഇതൊന്നുമല്ല, ഒരുപാട് വയസ്സുണ്ട്. ഒരുമിച്ച് അതിൽ ഇതൊക്കെ തന്നെ. അതായത് നേരെ മക്കളായാലും അതിൻ്റെ മക്കൾ ഇങ്ങനെ അതേപോലെ ചെറുപ്പം അങ്ങനെ ഇതിനെയാണ് പുറപ്പെടുവിച്ചിട്ട് അനസ്തു ബിറബ്ബിക്കും ചോദിച്ച് കയറ് വന്നത്. എന്നിട്ട് ഓരോ പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ മുടക്കി. രണ്ടാമതായി എന്തുണ്ടാക്കണം? ഈ ദുന്യാവിലേക്ക് അയക്കുന്നതിന് റൂഹ് തന്നെ വന്ന് പ്രവർത്തിക്കാൻ ഈ ആലമിനെ ആ കോലത്തിലെല്ലാം വെച്ചിരിക്കുന്നത്. ഈ ആലമിൽപ്പെട്ട ഒരു അംശം എന്താക്കണം? ഇനി വാഹനമായിട്ട് വരണം. അതിനകത്ത് മണ്ണ്. ആ മണ്ണ് ആദ്യം എടുത്തതിന് ശേഷം എന്താക്കി? ബാപ്പാൻ്റെ മുതിൽ കൂടിയിട്ട് എന്താക്കി? അതിൻ്റെ ബീജം അല്ലാഹു തആല സൂക്ഷിച്ചതാണ് ആലമുൽ അസ്ലാബ്. എന്നിട്ടോ അതിന് അസ്ലാബിൽ നിശ്ചിത സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി എന്താക്കണം? മാതാവിൻ്റെ ഗർഭാശയമാണ്. ഹർത്തും മിന്നഫ്സിൻ വാഹിദ ഫമുസ്തഖറുൻ വമുസ്തൗദ. എന്നാണ് സൂറത്ത് നോക്കി. ആദ്യം ഒറ്റത്തടിയിൽ നിന്ന് എന്താക്കി പഠിച്ചു. ഒറ്റത്തടിയത് ആദം. അതിൽ നിന്ന് ഹവ്വ ബീവിനെ ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ മുസ്തഖർ മുസ്തഖർ ഏതാ? ആലമുൽ അസ്ലാം. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി താഹിറ. മുസ്തൗദ ഏതാ? ഗർഭാശയം. അപ്പോൾ ആലമുൽ അർഹാമായി അവിടെ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ എന്താക്കി? ഈ ലോകത്തിലേക്ക് ഇറക്കി. അപ്പോൾ ഇപ്പം 4ാമത്തെ സ്റ്റേജ് ഞാൻ ഇക്കൊള്ളു. 4ാമത്തെ സ്റ്റേജാണ്. അപ്പോൾ എന്താക്കി? ഷൊർണൂറിൽ നിന്ന് വിട്ടിട്ട് വണ്ടി എടുത്തിപ്പോൾ നഗരം സ്റ്റേഷനാണ്. എന്നിട്ട് യാത്ര അവസാനിക്കുന്നില്ല. ഇവിടെ നിശ്ചിത സമയം.
നിശ്ചിത സമയം കഴിഞ്ഞാൽ പാടത്തേക്ക് കൂട്ടാൻ വരും. നമുക്ക് പോവാം. പോയിട്ട് എന്താക്കി, റോഹിന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തടിയോ മണ്ണോട് വാങ്ങിയ തടിയെടുത്തു. അത് ഒരു ബന്ധത്ത് ഭൂമി തന്നെ തിരിച്ചു കൊടുത്തു. അന്നേരം ഇപ്പം അത് ഒന്നും പറയാൻ അവർക്ക് ഹൈറും ഷർറും വേർതിരിച്ചിട്ടില്ലല്ലോ. അത് അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ച സ്ഥലം അത്ര അല്ലാണ്ട് പറയും. നമുക്ക് അത് ഹൈബിൽ കിടക്കുന്നതുകൊണ്ട് കൃത്യ സ്ഥലം നിർണ്ണയിക്കാൻ കഴിയില്ല. അർവാഹിൻ്റെ ഒരു ആലമുണ്ട്, അതിൻ്റെ എല്ലാ സംശയങ്ങളും തീരത് കിതാബുൽ ഫുതൂഹ് ബി മാരിഫത്തി അഹ്വാലിർ റൂഹ്, അങ്ങനെ കിതാബുണ്ട്. കുറേ ചോദ്യങ്ങളുണ്ടാവും. ആ മൂലക്കെട്ടിട്ട് ഇവർക്ക് എന്താ പണി? അവർക്കന്ന് ഇദ്റാക്കും മറ്റൊക്കെ ഉണ്ടായിരുന്നുവോ? അതായത് അറിവ് നേടാനുള്ള പക്വതയെല്ലാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ വന്നിട്ട് പിന്നെ സ്കൂൾ ചേർക്കുന്നു, മദ്രസയിൽ ചേർക്കുന്നു, LKG മുതൽ പഠിപ്പിക്കുന്നതിന് നേരത്തെ ഇൽമില്ലേ? അയിൽമയുടെ പോയത് ഈ മൂലക്കെട്ടിട്ട് ഓരോ പണിയില്ലാണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യലാണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മുസന്നിഫ് ചോദിച്ചിട്ട് ഇതിനൊക്കെ എണ്ണി മറുപടിയും പറയും. അത് ആരാ ശബ്ദം പറയാത്ത കിതാബുകളാണ്. കിതാബുൽ ഫുതൂഹ് ബി മാരിഫത്തി അഹ്വാലിർ റൂഹ്. അത് നമ്മൾ യൂട്യൂബിൽ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ ആർക്ക് തിരുവനന്തപുരം ഇപ്പം കൊടുക്കേണ്ടത്? വലിയ മയക്കോല കിതാബാണ്. അതിനെല്ലാം ഉത്തരങ്ങളതിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇപ്പം 4ാമത്തെ സ്റ്റേജിൽ ഇപ്പോൾ ഉള്ളത്. ഇനിയോടെ എന്താക്കണം? ഒരാലമുൽ ബർസഖ് ഉണ്ട്. ദുന്യാവിന്ന് വിടുകയും ചെയ്ത് ആഖിറത്തിലേക്ക് എത്തിയിട്ടില്ല. അതേതാ? ഖബർ. അപ്പം 5 കരാറും കഴിഞ്ഞതിന് ശേഷം അതിന് സാക്ഷ്യത്വമെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടക്കി. അതോ ആദം അലൈഹി ഇസ്ലാമിന് ലഹറിൽ നിന്നാണ് പുറപ്പെടുവിച്ച് നോക്കും, ലഹറിലേക്ക് തന്നെ മടക്കി. അപ്പം എന്താക്കും? ഈ മക്കളെ മുഴുവനും മക്കളെയും പേരക്കുട്ടികളെല്ലാം താങ്ങിക്കൊണ്ടുള്ള ഒരു ജുംലയാണ് ആദം അലൈഹി ഇസ്ലാമിന് ലഹറിപ്പുള്ളത്. അതിന് മിസാൽ പറയുന്ന ഒരു കാലൊക്കെ കൊരു കൊടുത്താൽ നട്ട് മുളച്ച് കഴിഞ്ഞാൽ വരാവുന്ന വേരും ചില്ലയും കൊമ്പും അതിൽ നിന്ന് അടുത്തുൽപ്പാദിപ്പിക്കപ്പെടുന്ന കാരക്കയും കായ്കളും എല്ലാം ഈ ധാന്യത്തിലുണ്ട്. ഒരുമിച്ച് കൂടി ഇത് മജുമായി. അതിൽ നിന്ന് പിതാവിൻ്റെ ബീജത്തിലേക്ക് ജുസിയായിട്ട് മുടക്കി. അപ്പം എന്താക്കണം? അവിടുന്ന് മറ്റാലമിലേക്ക് പോകണം. എന്നിട്ട് കണക്കെല്ലാം കഴിച്ച് ചെക്കിങ് എല്ലാം കഴിച്ച് എല്ലാം വെച്ചതിന് ശേഷം ഓക്കെ ആക്കി. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഅീർ. അപ്പോൾ എത്രാമത്തെ ആലമായി? ഇവിടെ 4. അതെ, തടി. അത് ഈ റൂഹിനെ വഹിക്കാനുള്ള തടിയുടെ ആ വാഹനത്തിൻ്റെ സാധനത്തിലാണ്. ഇടുന്നപ്പോൾ 4 മാസം കഴിയണം. അതിന് കളവരിക്കണം. ഈ റൂഹിനെ വഹിച്ചിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പക്വത ആദ്യം ഉണ്ടാക്കണം. വനഫഖ്നാ ഫീഹി, ആദ്യം എന്താക്കി? നുത്ഫത്താക്കി, അലക്കത്താക്കി, മുളകത്താക്കി, ഫക്കസൗനൽ അഹ്മാദെല്ലാം പറഞ്ഞാൽ തടി ഒരുക്കിയതിന് ശേഷം അന്നൊന്നും അവിടെ തടി റൂഹിട്ടിട്ടില്ല. ഇത് കോലപ്പെടുത്തി എല്ലാം ആക്കിയതിന് ശേഷം ഫൈദാ സബ്ബൈതുഹു വനഫഖ്തു, പിന്നെ അന്ന് റൂഹിട്ടുള്ളൂ. അത് അല്ലാണ്ടൊരു സംവിധാനം. ഈ ആലമി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഏജൻ്റ് ഇല്ലാണ്ടാവില്ല. ഈ തടിയാകുന്ന ഏജൻ്റ് ഇല്ലാണ്ടാവില്ല. മാത്രമല്ല റൂഹിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും പ്രവർത്തിക്കാൻ ആവശ്യമായ തടിയാണ് മനുഷ്യൻ്റെ തടി. സാധാരണ തടിയല്ല, ഒരു ബോഡിയുടെ തടിയല്ലേ. വഫാത്തിന് ശേഷം അമ്പിയാക്കൾക്ക് വഫാത്തും ഹയാത്തും എല്ലാം കണക്കന്നെയല്ലേ? എല്ലാം കണക്കന്നെ. ഏത്? ആദം അലൈഹി ഇസ്ലാമിൻ്റെ മകൻ എന്നുള്ള ആൾക്കാരത്തിനുണ്ട്. അതോടൊപ്പം എല്ലാത്തിൻ്റെയും ആള് എന്നുള്ള ആൾക്കാർ പ്രത്യേകമായ ഒരു ക്വാളിറ്റി വേറിയുണ്ട്. അതെ, ഈ ബദനിൻ്റെ ഉപ്പയാരാന്ന്? ആദം അലൈഹി ഇസ്ലാം തന്നെയാണല്ലോ. 51ാമത്തെ ഉപ്പാപ്പയല്ലേ. പക്ഷെ അർവാഹിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വേറെ പ്രത്യേകത ഉള്ളത് കൊണ്ട് അത് വേറെ തന്നെ, അതിൽ കൂട്ടിക്കലർത്തിയാലാവില്ല. അവലമാ ഖലഖല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഹദീസിലുണ്ടല്ലോ. അപ്പോൾ എത്രാമത്തെ ലോകത്തിൽ ശേഷൻ അവസാനിക്കുന്നത്? 4. ബർസഖ് കഴിഞ്ഞു 5. ചുരുക്കത്തിൽ 6ാമത്തെ 7ാമത്തെ മർത്തബയിലെത്തിയിട്ട് ഇത് ആ സൈർ അവസാനിക്കും.
അവിടെ എത്തിയ ഹൾട്ട് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഅർ, ഇമ്മാ ഇലൽ ജന്നത ഇമ്മാ ഇലൻ നാർ. അപ്പോൾ അതാണ് അത്തജാഫി അൻ ദാരിൽ ഖുറൂർ. രണ്ടാമത്തെ എന്താ വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ്. വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം, വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം, നിൻ്റെ മുമ്പ് മരിച്ചുപോയ ആളെ കൂട്ടത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നീ എന്താകും, ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുന്നാണ്. അതെപ്പോഴും സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എന്താക്കണം, അതിന് പോകണമെന്ന് കുറച്ചിക്കട്ടെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് തമ്മിൽ ആഹർത്തിന്ന് പറയുന്നത് എപ്പോൾ ഓർഡർ വരുന്ന അന്നേരം പോകാൻ വേണ്ടി ചെയ്യാറാണ്. നമ്മളിപ്പോൾ നാട്ടിലേക്ക് ഇന്ദിരാഗാന്ധി പോകുമെന്ന് പറയുമ്പോൾ എല്ലാം കെട്ടിയിട്ട് അവിടെ ഇരിച്ചു വെച്ചില്ലേ. അന്ന് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് പൊട്ടിച്ചേട്ടൻ നിൽക്കുമോ? ഇഷ്ടേതാതെ അതെന്തിനുണ്ടാക്കി എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ വലിസ്തിഅദാദുൽ മൗത്തി ഖബ്ല നുസൂലിഹി, മൗത്ത് വന്നിട്ട് കുറച്ച് കെട്ടെ, ഞാൻ കുറച്ച് സക്കാത്ത് കൊടുക്കാനുണ്ട്, കുറച്ച് നിസ്കാരം കഥാ കൂട്ടാനുണ്ട്, കുറച്ച് തൗബ ചെയ്യാനുണ്ട്, കുറച്ച് അക്കടപാട് കൂടാനുണ്ട് എന്ന് പറയാനുള്ള അവസരമില്ല. മനുഷ്യനെന്താക്കും, ഇത് അന്നേരം ആവശ്യപ്പെടല്, അതിനുമ്പോൾ സമയത്തിൻ്റെ വില അറിയില്ല. മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ ഭാര്യയുണ്ട് ഒന്ന് കാണട്ടെ എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ എൻ്റെ മക്കളുണ്ട്, കുഞ്ഞു മോനുണ്ട് ഒന്ന് കാണട്ടെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ട ഒന്നേ സാധനമുള്ളൂ, എനിക്ക് വിശക്കുന്ന ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അജലും കരീബിലേക്ക് പിന്തിക്കാൻ ആവശ്യമായ കുറച്ച് ടൈം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെയാണ് ടൈമിൻ്റെ മൂല്യം. എന്തിനാണത്? മാസ്തന്തക്ക ഒരു സദഖ കൊടുക്കാൻ, വാക്കുമ്മിനെ സാലിഹ് തോമ്പല ചെയ്തിട്ട് ഞാൻ സാലിഹ്യങ്ങളാകാൻ വേണ്ടിയിട്ട്. അജലും കരീബിൻ്റെ അർത്ഥത്തിലാണ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള എത്ര ടൈമാണോ അത് അജലും ഖരീബായിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു പറയാനുള്ള എത്ര മിനിറ്റുകളാണോ അതിനാണ് ഇപ്പം കെഞ്ചുന്നത്. ആ ഘട്ടമ കടന്നിട്ട് ദാഹിക്കുന്നത് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടില്ല, വിശക്കുന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഭാര്യനെ കാണണം മക്കളെ കാണണമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും അവിടെ ആവശ്യമില്ല. അല്പസമയം ഒരു അജലും ഖരീബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള കുറച്ച് ടൈം. അല്ലാഹു പറയാലാ അവലം നുഅമ്മിറുക്കും മാ യതദക്കറു മൻ തദക്കറ ഫീ വജാഅകുമുൻ നദീർ. എത്ര കൊല്ലം ജീവിച്ച്? 60 കൊല്ലം അല്ലേ? 60 കൊല്ലം കൊണ്ട് ഇതൊന്നും ആക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു മൻ തദക്കറ ഫീ, ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ചിന്തിക്കാൻ ആവശ്യമായ നീണ്ടൊരായുസ് തന്നിട്ടില്ലേ? അന്നേരം എന്തായിരുന്നു പണി? സ്റ്റഡി ലീവ് തന്ന് 1 മാസം പഠിച്ചില്ല, കളിച്ച് നടന്നു. പരീക്ഷ ഹാളിലെത്തിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുകൊണ്ട് ചുമ്മാ സാറേ ഒന്ന് പരക്കുവാൻ അനുവദിക്കണേ, ഇതിന് ചോദ്യങ്ങൾ ഉത്തരം പഠിക്കാൻ. മാസം എന്താ കഴിക്കല്? 1 മാസം ലീവ് തന്നിട്ടില്ലേ? സ്റ്റഡി ലീവ്. എന്തുകൊണ്ട് പഠിച്ചില്ല? എന്നിട്ട് പറയുന്നത് അഥവാ മടക്കി അയച്ചു നോക്കണം, നീ പോയിട്ട് വന്നു എന്നെന്താക്കും? അപ്പുറം പോയിട്ട് ബോൾ കളി തന്നെ. മടക്കി അയച്ചാൽ പണ്ടത്തെ കുളം തന്നെ. എന്നാ സുഹൃത്തി പറഞ്ഞ മടക്കി അയച്ചാൽ പണി കൊടുക്കൂല. എന്നിട്ട് പിന്നെയും കടക്കുമ്പോൾ പറയും അതിലിങ്ങനെ എന്നാ പോയിട്ടുക തിരിച്ചും വരും പണ്ടത്തെ കുളം തന്നെ. അപ്പോൾ 3 ലക്ഷം എന്താ പറഞ്ഞത്? التجافي عن دار الغرور والإنابة إلى دار الخلود والاستعداد للموت قبل نزوله. മൗത്ത് വരാൻ കാത്തിക്കണ്ടതിന് മുമ്പായിട്ട് ഒരുക്കം ചെയ്ത് വെച്ചോ. മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നാളെയും കൂടെ ജീവിതം കിട്ടി. മരിച്ചോ എന്നാൽ ഒരുങ്ങിയിട്ട് കൊണ്ട് പോവുക. അപ്പോൾ ഇസ്തിഅദാദുൽ മൗത്ത് എപ്പോൾ എന്നുള്ളത്? നാളെ മരിക്കൂല എന്നുള്ള ഉറപ്പിലല്ല ഇന്ന് ബിൽഡിംഗ് കെട്ടാൻ ഇന്നു. അല്ലെങ്കിൽ അതിന് ഗ്യാരണ്ടിയില്ല പണിക്ക് നിൽക്കുമോ? അല്ല കുറേ പോയത്തക്കാരുണ്ടെങ്കിൽ ലോകത്തിന് സമീപിക്കാനാവില്ലെന്ന് പറഞ്ഞു. ലൗലൽ ഹംക അല്ല മത്തൽ ഇനാമുദ്ദുന്യ എന്നുണ്ട് അത്താലിമം പറഞ്ഞിട്ട്. നാളെത്തൊക്കെ അത് ഓർമ്മയില്ലാത്ത കുറേ ആളില്ലെങ്കിൽ ഇവിടെ ബില്ലിങ് കൊടുക്കൂല, കച്ചവടം ചെയ്യൂല, സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ദുന്യാവ് ഇതിങ്ങനെ നടക്കണമെങ്കിൽ കുറച്ച് പോയത്തക്കാരുടെ ഓണം പണിക്ക് പോവില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ അടിക്കുമെന്നായിരിക്കും ഉറപ്പുള്ള പറഞ്ഞാൽ. അതല്ല എപ്പോൾ സങ്കല്പിക്കണമെന്ന് പറഞ്ഞു. മഹ്ദൂർ റളിയല്ലാഹു അൻഹു നമ്മൾ ഓർമ്മിച്ചില്ലേ?
كأنك قد رحلت عن المباني وزارتك الجنادل والسعيد. كأنك ഒരു തസ്ബീഹ് ഉണ്ടാ, നീ നിന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. കഅന്നക ഖദ് റഹൽത അനിൽ മബാനി, നിൻ്റെ കെട്ടിടം, നിൻ്റെ വിരിപ്പ്, നിൻ്റെ പത്രാത്തുള്ള അഭിവൃദ്ധി പുരയല്ലെന്ന് ഇപ്പോൾ യാത്ര പോകുന്നുണ്ട് എന്ന് നീ നിന്നെപ്പറ്റി ഒന്ന് സങ്കല്പിച്ചു. അതാ കുറേ ആൾ വരുന്നുണ്ട്, എന്നിട്ട് മാറ്റിത്താക്കുന്നുണ്ട്, എൻ്റെ കുട്ടാകുന്നുണ്ട്, ഇവിടെ കെട്ടുന്നുണ്ട്, അവിടെ ഭംഗി വെക്കുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് സ്വയം സങ്കല്പിക്കും. കഅന്നക ഖദ് റഹൽത അനിൽ മബാനി. എന്നിട്ടോ ഇതാ നിൻ്റെ നല്ല പത്രാസുള്ള ബിൽഡിങ്ങിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ട് അവിടെ നീങ്ങാൻ ഇറങ്ങാനും കഴിയാത്ത ഒരു ചാണ് വീടിൻ്റെ കുഴിച്ചിട്ട് നിങ്ങൾ കെട്ടിയങ്ങ് താഴ്ത്തി ഞാനവിടെ കിടക്കുന്നു. മോളെ നോക്കുമ്പോൾ അച്ഛണ്ടാന്ന് ചെല്ലുന്നു, അതിൻ്റെ മുകളിൽ പറഞ്ഞു. ഇത് സങ്കല്പിച്ച് നോക്കും. كأنك قد رحلت عن المباني وزارتك الجنادل والسعيد وناداك الحبيب فلم تجبه وقربك منه في الدنيا بعيد. നിന്റെ സുഹൃത്ത് നിന്നെ ഒന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇക്കാന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഉപ്പാന്ന് വിളിക്കുന്നു, ഉമ്മാന്ന് വിളിക്കുന്നു. പക്ഷേ ഫലം തുജിബഹു, നീണ്ട് ഉത്തരം കൊടുക്കുന്നു. ഫലം തുജിബഹു. അപ്പോൾ ഇത്ര കാലം ഉണ്ടായ ആ ബന്ധമുണ്ടല്ലോ, ആ മഹബത്ത് ബന്ധം, സ്നേഹബന്ധം എന്നുള്ളത് ഇന്ന് അകന്നു പോയോ? അപ്പോൾ ഖുർബുക മിൻഹു ഫിദ്ദുനിയ ബഈദ്, അത് അകൽച്ചയായി മാറിയിരിക്കും. എത്ര വിളിച്ചിട്ട് കൊണ്ടുവന്നില്ല. മോനെ എന്തോന്ന് ആരെ വിളിക്കും? ഉമ്മ വിളിച്ചാൽ ഉത്തരില്ല, ഉപ്പ വിളിച്ചാലും ഉത്തരില്ല, സുഹൃത്ത് വിളിച്ചാലും ഉത്തരില്ല. ഖുർബുക മിൻഹു ഫിദ്ദുനിയ ബഈദ് صار بنوك أيتاما صغارا وعانك رزق البعل الجديد. നിന്റെ മക്കൾ യതീം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ന് കുഞ്ഞുമക്കളെന്തായി? ഉപ്പയില്ലാത്ത യതീമ എന്ന പേരിൽ ഒരു പുതിയ സ്ഥാനപ്പേര് കിട്ടിയിരിക്കുന്നു. വസാറ ബനൂക അയ്താമൻ സിഗാറ വആനക ഉർസകൽ ബഅലുൽ ജദീദു. നിന്റെ പെണ്ണുങ്ങൾ നിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താക്കും? ധാരാളം പോലെ ഒഴിച്ച് ജീവിക്കാനാ പോകുന്നു. ചിലപ്പോൾ നീ സമ്പാദിയായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. وعانك ارتك البعل الجديد وأصبح مالك المجموع نهبا وعتل بعدك القصر المشيد. നീ ഉറക്കൊഴിഞ്ഞ് പാട്ടിന് കിടന്ന് വേറെ പൊലിപ്പിച്ച് വെയിൽ കൊണ്ട് കണ്ടിട്ട് കുറേ സമ്പാദിച്ചിട്ടുണ്ട്. ഇതെന്താക്കി? 3-2 1-4 1-8 കണ്ടിട്ട് അപ്പോൾ നിൻ്റെ അധ്വാനെല്ലാം ആക്കി വാസുബഹ മഹലുക്കൽ മജ്മൂഅ നഹബ. ബാറാത്ത് പൊസിയെടുക്കാനുള്ള പൈസയായിട്ട് മാറി. ഈ സമ്പാദിക്കാൻ ഇവൻ എത്ര ഉറക്കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട്, എത്ര അധ്വാനിച്ചിട്ടുണ്ട്, എത്ര ഓടിച്ചാടിയിട്ടുണ്ട്, എത്ര വെയിൽ കൊണ്ടിട്ടുണ്ട്, എത്ര പട്ടിണി കിടന്നിട്ടുണ്ട്. ഇതൊക്കെയുണ്ടായി. വാഴ്ത്തില ബാദക്കൽ ഖസ്റുൽ മസീദു. നീ താമസിക്കാൻ സുഖമായി കഴിയാൻ വേണ്ടി നല്ലൊരു ബിൽഡിങ്ങിലുണ്ടാക്കി അവിടെ താമസിക്കാൻ ആളുണ്ട്. ഒരാൾ പറയുന്നത് അയാൾ കുടിയിലൂടാൻ അപ്പം മരിച്ചുപോയി പോയി. അപ്പോൾ കുറച്ചാൾ അയാൾ ഇതകാലം അധ്വാനിച്ചുണ്ടാക്കി പരലും ഒരുങ്ങിയില്ലേ, കുടിയിലൂടാനായല്ലേ. അപ്പോൾ അയാളെ കടത്തിയിട്ട് കുളിപ്പിക്കുന്നത് കൊണ്ടുപോകുന്നവർ കുറച്ച് കടത്തിക്കൂടെ. അപ്പോൾ കുറച്ചാണ് ആദ്യം തന്നെ പരക്ക് മയ്യത്തിനെ കയറ്റിയെന്ന് പറഞ്ഞിട്ട് ശല്യം ഉണ്ടാക്കി. അപ്പോൾ ജനങ്ങൾ രണ്ടഭിപ്രായക്കാരാണ്. ഒരു മരിച്ച മയ്യത്തിനെ പുരക്ക് കയറ്റിയും അപ്പോൾ പുരക്ക് നാശം ഉണ്ടാകും, ഒരു ശാപം ഉണ്ടാകും. അയാളെ ജീവിതത്തിൽ ആശയല്ലേ, ഇപ്പം ജീവിതത്തിൽ ചെയ്യാൻ ആവശ്യമില്ല. ഒന്നാ കട്ടുമ്പോൾ കടത്തിയിട്ട് കുളിപ്പിക്കുന്നവർ അരമണിക്കൂർ അങ്ങനെ കൂടും. ഉറക്കിലക്കൽ കസറിൽ മഷീദു. കെട്ടിപ്പടുത്തൽ പണി പൂർത്തിയാക്കിയ ബിൽഡിങ് കുളിർ കൂടാനുള്ള വരാതെ കണ്ട് നീ പോയില്ലേ. എന്നാൽ ഇതൊന്നും സാരിയില്ല. പിന്നെ പറഞ്ഞാന്ന് ലൈന്നക്കലസ്തതിരി ഷക്കിയുൻ അന്ത വൈഹക്ക അം സഈദു. പക്ഷെ പോയി കഴിഞ്ഞാൽ നീ ഷക്കിയാണോ സഈദാണോ എന്ന് തീരുമാനിക്കാനായിട്ടില്ല. അവിടെയാണ് കാര്യം കിടക്കുന്നത്. ഷക്കിയുൻ അന്ത വൈഹക്ക അം സഈദു. നീ സഈദാണോ ഷക്കിയാണോ എന്ന് എന്താക്കില്ല, ഇപ്പോൾ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. അത് പോയതെങ്ങനെ പൊട്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി? കൽബിൻ്റെ ഹിജാബ് അങ്ങ് തീരണം.
ഹിജാബ് തീരാനാണ് ഇപ്പം എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അതിനേറ്റവും ഉപകാരപ്രദമായത് നല്ല മനസ്സാന്നിട്ടുള്ള ഇസ്തിഗ്ഫാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യന് നമ്മൾ പണ്ട് അബൂദാബിക്കകത്ത് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദോഷം ചെയ്താൽ അതിൻ്റെ ഉപമ എന്താണ്? ഒരു കണ്ണാടിയിൽ ഒരു പുള്ളി, കറുത്ത പുള്ളി വീഴും അല്ലേ, ഒരു ചെറിയൊരു കുത്തി. എന്നിട്ട് ഫൈദ താബ വസ്തഗ്ഫറ, ഉടനെ എന്താക്കി തുടച്ച് കളഞ്ഞു. ഇസ്തിഗ്ഫാറും ചൊല്ലിയിട്ട് അങ്ങ് തുടച്ച് കളഞ്ഞാൽ സകുല ഖൽബുഹു, എല്ലാ പുള്ളി അടക്കട്ടെ എന്ന് വെച്ച് കുറച്ചുന്നാലോ അതിൻ്റെ ആഴത്തിലേക്ക് പോയി അത് കറയായിട്ട് എന്താക്കും, പിന്നെ ചേണ്ടിക്കളഞ്ഞാലും പോകും, അവിടെ ഉറച്ച് പേരൂന്നിപ്പോയി. ആ പുള്ളിയുള്ള കാരണത്താൽ വേറൊരു പുള്ളീൻ്റെ അടുത്ത് വന്നിട്ട് എന്താക്കും, ഹത്തായിട്ടാലും കൽബ് മുഴുവനത് കവർ ചെയ്യും. കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോർച്ചടിച്ച് നോക്കിയാട്ടെ ആ കണ്ണാടിക്കത്ത് അതിൽ പ്രതികളുണ്ടാകുമോ? നമ്മൾ നോക്കിയ മുഖം കാണുമോ? ഒന്നുമില്ലല്ലോ. ഇതാണ് നമ്മളെ കൽബിൻ്റെ ഹാല് വെക്കുന്നത്. അപ്പം ഹിസ്സിയായി അഥവാ ബാഹ്യമായി കാണാവുന്ന ഒരു സാധനത്തോട് ഉപമിച്ചിട്ട് ഉപമയിൽ കൂടിയാണ് തങ്ങളെന്താക്കുന്നത്, കൽബ് കറപിടിക്കുന്നതിൻ്റെ ആ ഹാല് വ്യാഖ്യാനിച്ചത്. അതാണ് ഇത് ദോഷം വരൂല എന്ന് പറഞ്ഞത് മഴസൂമ്യങ്ങൾ അമ്പിയാക്കൾ മഴസൂമ്യങ്ങൾ അത് ഒരു ഖാസായ സിഫത്താണ്. മഹഫൂദീങ്ങൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല കാത്തൊരു വിഭാഗമുണ്ട്. അതാണ് മഹാന്മാരായ ഔലിയാക്കൾ. ജനിച്ചിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ തയ്യാറുള്ള ഔലിയാക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരാരാ? എന്നാലും പറയുന്നത് നീ മഹസൂമീങ്ങൾ ഉറപ്പിച്ച് പറയേണ്ടത് അമ്പിയാക്കളെ വിശേഷണമായതുകൊണ്ട് അത് എടുത്തു കളയും. അത് ഓർക്കാനുണ്ട്. അത് ഏത് തരാണ്ട് മഹഫൂദ്. പക്ഷെ പ്രവർത്തനത്തിൽ നോക്കിയ രണ്ടുപേരും പോലെ മഹഫൂദീങ്ങളും മഹസൂമീങ്ങളും പ്രവർത്തനം നോക്കിയാൽ എന്താ ഉണ്ടായാൽ ഒരുപോലെയാണ്. അപ്പോൾ ഗ്രേഡ് തിരിക്കാൻ വേണ്ടി മഹഫൂദീങ്ങൾ ആ തോന്നിച്ചിട്ട് ബാക്കി എല്ലാവരും ആരാന്ന് എന്തെങ്കിലും സംഭവിക്കൂല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ലേ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം എന്ന് ഇദാ ഫഅലൂ എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ ഷർത്തിന് ഉപയോഗിക്കും. എങ്കിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആടാ ഇൻ എന്ന് പ്രയോഗിച്ചാൽ സംഭവിക്കാം, സംഭവിക്കാതിരിക്കുകയും രണ്ടും ഒരേ രൂപത്തിൽ നിൽക്കും. ഇത വന്നു കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളതിന് മുൻതൂക്കുണ്ട്. ഖുർആൻ പരിശോധിച്ച് നോക്ക്. ഇദാ ജാ നസ്റുല്ലാഹി, ഇൻജാ നസ്റുല്ലാഹി എന്നില്ല. ഇദാ ജാ നസ്റുല്ലാഹി, അള്ളാഹിൻ്റെ നസ്ർ എന്താണ് വന്നാൽ എന്ന് വെച്ചാൽ വരും എന്നുള്ളതിലേക്കാണ് ഇത സൂചിപ്പിക്കുന്നത്. ഇന്ന് പറഞ്ഞാൽ വരാതിരിക്കാം, രണ്ടും ആവാം. ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ. ഇന്നിൻ്റെ പ്രയോഗവും ഇദാൻ്റെ പ്രയോഗവും രണ്ടും രണ്ടാണ്. അപ്പോൾ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് ചെയ്താലോ. അപ്പോൾ ചെയ്യൂല എന്നല്ല പറയും, ചെയ്യാൻ സാധ്യത വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഔ ളലമൂ ദക്കറുല്ലാഹ്. ഓ ഇത് അല്ലാഹ് വിരോധിച്ചതെന്ന് ഞാനാകെ പെട്ടില്ലേ. പിന്നെന്താ പറയണം? ഉടനെ അലക്കുക. ഫസ്തഗ്ഫിറൂ ഇദാ ദക്കറുല്ലാഹ് എന്നാ ദക്കറുല്ലാഹ് ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. ഉടനെ അടിയായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി. അതാ എന്നിട്ട് പറയുന്നു വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഇങ്ങനെ ദോഷം പൊറുക്കുന്ന അല്ലാണ്ട് വേറെ ആരെയും കിട്ടുമെങ്കിൽ. അപ്പം അല്ലാഹു തആല ദോഷം പൊറുക്കാനായിട്ട് അല്ലാഹ് ഒരുങ്ങിയിട്ട് നിൽക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഇത്രമാത്രം ദോഷം പൊറുക്കുന്നവൻ അല്ലാഹ് അല്ലാത്ത വേറെ ആരെങ്കിലും കിട്ടുമെന്ന് എന്താ. എന്നിട്ട് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അറിഞ്ഞുകൊണ്ടെന്താക്കില്ല, അവർ അതിൽ നിന്ന് തുടർന്നു പോകില്ല. അപ്പോൾ ഉടനെ അത് ഓർക്കുക, ഇസ്തിഗ്ഫാർ ചെല്ലുക, എന്നിട്ടോ ഉറച്ചിരിക്കാതിരിക്കുക. ഈ മൂന്നെണ്ണ പറയും. ചെയ്യാത്തോറ് എന്ന് പറഞ്ഞിട്ട് ചെയ്താലുള്ള പരിഹാരമാർഗ്ഗം പറഞ്ഞു. ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ പരിഹാരമാർഗ്ഗം പറഞ്ഞിരുന്നു. അങ്ങനെ മനസ്സിലായ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്കൊരു ഇൻസ്രാഹം കിട്ടുന്നില്ല, ഒരു ഇതാക്കിയാലും ഒന്നിലേക്ക് മുന്നേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വായിലടഞ്ഞിട്ടേ കിടക്കുന്നു. അതിനെല്ലാം ഒന്ന് തുറക്കണം. തുറക്കാനുള്ള മാർഗ്ഗം ഇപ്പം ആലോചിക്കുന്നു.
അതാണ് അവിടെ പോയ എൻ്റെ കൽബിൻ്റെ ഹിജാബ് മാറിത്തരുമോ എന്ന് ചോദിച്ചു. കുറേ ചെല്ലലും പാടലും മാത്രം പിന്നെ തന്നിട്ട് നല്ല കറുപ്പുള്ള ചായ ഒരു സമൂസയും ഇതെല്ലാം കൂടെ തിന്നിട്ട് മടങ്ങലല്ല ഈ തരീക്കത്തെന്ന് പറഞ്ഞാലൊന്നും. ഞാൻ പറഞ്ഞു അവകാശപ്പെട്ടിട്ട് ശരി ഈ സർബിയത്താണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെ കൊണ്ട് നസൂഹായ തൗബ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇതാ ഈ എഴുതിയെല്ലാം ചൊല്ലിക്കോ, പാടിക്കോ. നസൂഹായ തൗബ പോയി. ഇനിപ്പോട്ടെ എല്ലാ ദോഷങ്ങളെത്തോണ്ട് ഒത്തുബൈനല്ലാഹി ജമീഅന്ന് വേണ്ട. 15-ാമത്തെ വയസ്സ് മുതൽ മുക്കല്ലഫായ കാലം മുതൽ ഇവിടം വരെ ചെയ്ത കബായിറുകളോ അക്ബറുൽ കബായിറായ മാത്രം ആ പാർട്ടിനുണ്ട്. ബാക്കി കിടക്കട്ടെ പോട്ട്, അതെല്ലാം എടുക്കണ്ട. ഒറ്റ കബീർ, ആ ഒറ്റ കബീറത്തെ ആയ ഒരു സാധനത്തിനെ തൊട്ട് നസൂഹ തൗബ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇന്ന് ആടെ പോയിട്ട് അതിനെ തർബീയത്ത് ചെയ്തെങ്കിലും പറയില്ലേ? കേട്ടാ, ആരോടെല്ലാം പൊരുത്തപ്പെടിക്കണ്ടെല്ലാം പൊരുത്തപ്പെടിച്ചിട്ട് വാങ്ങിച്ചിട്ട് തർബീയത്തിൽ വിളിക്കാനാണ് അറിയാം. ആർക്കെല്ലാം കടം വീടാൻ ഇത്തരം വീടാൻ പൈസ ഉണ്ടാ, ഒരു 50% അത് കൊടുത്തിട്ട് ബാക്കി തരാമെന്ന് പറ, അല്ല ബാക്കി വൃത്താക്കാൻ പറഞ്ഞാച്ചാ. അതാ മുറബിയാന്നോലും ആ തെർബിയത്തുണ്ടോലും തൊട്ടേലം തെർബിയത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദം എന്നല്ലാതെ വർദ്ധിപ്പിനുള്ളത്. നിങ്ങൾ അറിയിക്കത്തെ ഏതാണ്? തെർബിയത്തോ തബറുക്കോ? നമുക്കില്ല, തെർബിയത്ത് മാത്രം. നസൂഹ തൗബ ചെയ്യിപ്പിച്ചാ എവിടെ? പിന്നെ പത്യം പാലിക്കല്. അനാമ് മനാമ് തഹാമ് കലാമ് എന്നിട്ട് വേറെ പത്യം കഴിക്കാനുണ്ട്. അനാമ് എന്ന് പറഞ്ഞാൽ എന്താ? ജനസമ്പർക്കം കുറച്ച് കുറക്കണം. പിന്നെ ഏതാന്ന്? മനാമ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഉറങ്ങുമോ? 12 മണിക്കൂർ ഉറങ്ങുമോ? എന്നാൽ പിന്നെ 6 ചുരുക്കണം. മനാമ് പോയി. താമത്തിലേക്കോ 3 നേരം അതാ, എന്നാൽ അത് കുറച്ച് കൊടുക്കണം എന്നല്ലേ? അതിലുണ്ട് ഏത് ലുക്കൈമാത്ത് യുക്കിന്ന സുൽബഹു. പക്ഷെ എപ്പോൾ ആവില്ല. അതുകൊണ്ടെന്താക്കാം? സുലുസുൽ തആമി സുലുസുൽ ഇശ്റാബി സുലുസുൽ ഇന്നഫസ്. 3-1 ഭക്ഷണത്തിനും 3-1 വെള്ളത്തിനും 3-1 അവിടെ ഒഴിഞ്ഞ് നടക്കട്ടെ. ഇതേതാന്ന്? റുഖ്സയിലേക്കെത്തി. അസീമത്ത് എന്താന്ന്? ജീവൻ നിലനിർത്താനുള്ള എന്തെങ്കിലും മതിയെന്ന്. അപ്പം അസീമത്തും കൊണ്ട് റുഖ്സ ഇനീനപ്പുറം കെട്ടിയാൽ റുഖ്സയില്ല. അപ്പം ആളെന്താക്കി ടാങ് മുറിഞ്ഞു. കലാമോ പിന്നെ അനാമിനെ കുറച്ചാൽ കലാം മുറിഞ്ഞല്ലോ. ഇത് നേരം വെളുത്ത് വൈകുന്നേരത്തെ നേരം വെളുക്കോളും സംസാരം തന്നെ. സംസാരത്തിൻ്റെ അപ്പം ഇതിങ്ങനെ കഴിയുമ്പോൾ പിടിച്ചില്ല പോകുന്നു. എവിടെ പോകുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. അത് വേറൊരു പത്യാന്ന്. ഈ 4 പത്യം പാലിക്കാത്ത ഒരൊറ്റ കശാവിലേക്കും വരത്തില്ല. അപ്പോൾ നമ്മൾ തർബീയത്താണ്, മറ്റാതെ എന്നാൽ കൊട്ടി വച്ചിട്ടുകൊണ്ടൊന്നും കാര്യമില്ല. ചെല്ലിപ്പാടിൻ്റെ പോലെ അല്ല കൊടുത്തേക്കും കൊടുക്കും, അത് വേറെ കാര്യമാണ്. പക്ഷെ നമ്മളെ മഖസൂദ് പൂർത്തിയാകുന്നില്ല. മഖസൂദ് ശരിയാണെങ്കിൽ ചിലപ്പോൾ തുണിക്ക് എന്തെങ്കിലും കച്ചറ തുടങ്ങിയാലും വെറും വെള്ളത്തിൽ കഴിയാൽ വൃത്തിയായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ എന്താക്കണോ? സോപ്പിടണോ, ചിലപ്പോൾ തേയിലിട്ടിട്ട് ഇറക്കണോ, ഒരു ബ്രഷ് കിട്ടും. എന്നിട്ട് തിരിഞ്ഞാൽ എന്താ കച്ചറ പോകുന്നു. അപ്പോൾ ഹസനാത്ത് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ കഴിയാൻ എന്താക്കും? ചില വൃത്തിയാകലുണ്ട്. പക്ഷെ അതിന് റങ്ക് കിട്ടില്ല. ഇതെല്ലാം വേണ്ട ചുരുക്കത്തിൽ. ഇനിയും നമുക്ക് ചിന്തിക്കാനായിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം നമ്മൾ തന്നെ ചിന്തിക്കണം, വേറെ ആൾ ചിന്തിക്കൂല. നമ്മളെ കാര്യത്തിൽ വേറെ ആൾ ഇടപെടില്ല. ഇനി ചിന്തിക്കാനുള്ള സമയം പ്രതീക്ഷിക്കുകയും വേണ്ട. കിട്ടിയത് ചിന്തിക്കാനുള്ള സമയമാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളോട് മാത്രം പറയുന്നല്ല. അവിടെ എന്താക്കണം? നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ പറയാത്ത കാര്യം കൽപ്പിച്ചു എന്നുള്ള കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നു. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ ഉപദേശിക്കുന്നു. അതിനെന്താക്കുക? ഞാൻ അന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരാൾ മെമ്പർ ഞാനാണ്. മാലിയ ലാബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊനല്ലേ തുർജിയാസിൽ പറഞ്ഞ്. നിങ്ങൾ എന്താണെന്ന് ആരാധിക്കാറുണ്ടല്ല, ഞാൻ എന്താന്ന് വിളി അല്ലാതെ അത്ര ആരാധിക്കാൻ നിൽക്കുന്നത്. ഓരോ സ്വന്തം തടിയാണ് ഉൾപ്പെടുത്തിയിട്ട് ഓരോടെ കിട്ടുന്നത്. ഒമാലിയ ഒമാലക്കുന്നല്ല, ഒമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ അത്തഖിദു മിൻ ദൂനി ആലിഹത്തൻ. ഞാൻ അല്ലാഹ് അല്ലാത്ത ഇലാഹിനെ പിടിക്കണോ? എന്നുവെച്ചാൽ നിങ്ങളാ പിടിക്കുന്നത്, പക്ഷെ ഞാൻ പിടിക്കണമെന്നാണ് ചോദിച്ചത്.
അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ. എങ്ങനത്തെ ആലിഹത്ത്? ഇന്നീ യുരിദുനി റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅൻ വലാ യുൻഖിൻ. റഹ്മാനായ അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവമാക്കണമെന്നാൽ ഓർന്നും വന്ന് രക്ഷപ്പെടും. അങ്ങനത്തെ ആലിഹത്തെ ഞാൻ പിടിക്കണോ? മൂപ്പർ സാലിഹായ ആളാണ് പറയുന്നതാണ്. നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞതിന് പകരം എന്താക്കി? സ്വന്തം തടിമേലിലേക്ക് എത്തിക്കും. അങ്ങനെ നീ ഇതല്ല ഫീ നലാലും മൊബീൻ, ഞാൻ നലാലും മൊബീൻ ആയിപ്പോയല്ലോ, നിങ്ങളായിന്നല്ല. അപ്പോൾ സ്വന്തം തടി ഉൾപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ നമ്പറും മറന്നു. അപ്പോൾ സമയം അതിക്രമിച്ചു പോയി. ആയത്തിൽ തുടങ്ങുന്ന എന്നതാണ് തൗഫീഖിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കിയിട്ട് പോകണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അന്നൊന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരമൽ ചെയ്തിട്ട് അല്ലാഹുവിനോടൊക്കെ രക്ഷപ്പെടാനുള്ള ഏതായാലും ദോഷം ഒന്നും ഇല്ലാത്തവരായിട്ട് ഇവിടെ വന്നിട്ട് കുറേ ദോഷം കെട്ടിപ്പറിഞ്ഞിട്ട് പോയിട്ട് മോശമാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സ്നേഹിച്ച മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനും അവൻ്റെ റിദ്വാനിനും ഹലുകാരായ എല്ലാ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അവരെ പിന്നിൽ അവർ ചവിട്ടിയ മണ്ണിത്തരി പോലെയെങ്കിലും അള്ളാഹു തആല നമ്മളാക്കിയിട്ട് അള്ളാഹു നമ്മളെ ആഖിബത്ത് ആക്കി തരട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി.